പരിശുദ്ധാത്മാവ് എന്നോട് ഈ മത്തായിയുടെ സുവിശേഷം 13:52 വായിക്കാൻ ആവശ്യപ്പെട്ടു. അതിനകത്തൊരു അർത്ഥമുണ്ട്. അർത്ഥം പറഞ്ഞേച്ച് യെശയ്യാവിലേക്ക് വരാൻ പോകുകയാണ്. ദയവായിട്ടൊന്ന് വായിച്ചാട്ടെ. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏതു ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. മതി. ഇവിടെ അതിൻ്റെ പുറകിലോട്ടുള്ള വാക്യങ്ങൾ നോക്കിയാൽ, വായിക്കുന്നില്ല, അതിൻ്റെ പുറകിലോട്ടുള്ള വാക്യങ്ങൾ നോക്കിയാൽ സ്വർഗരാജ്യം കടലിലിറക്കിയ വലയോട് സദൃശ്യം. അതിനകത്ത് നല്ലതും കയറി അഴുക്കും കയറി. ഒടുവിലത്തെ ദിവസം അഴുക്കങ്ങ് എടുത്ത് കളഞ്ഞു, നല്ലത് മാത്രം ശേഖരിച്ചു. കടലിലിടുന്ന വലയ്ക്കകത്ത് ദൈവരാജ്യത്തിൽ ഒരു സഭയ്ക്കകത്ത് പാമ്പും കയറും, മുള്ളും കയറും, മീനും കയറും, എല്ലാം കയറും. നല്ലതും അഴുക്കും കൂടെ ഒരുമിച്ച് കാണും. പക്ഷെങ്കിൽ ഇതിനെ വേർതിരിച്ച് കൊള്ളാവുന്നതിനെ ഉപയോഗിക്കുവാനും കൊള്ളരുതാത്തവനെ കളയുവാനും വേർതിരിക്കും. യേശു പറഞ്ഞു, അതുപോലെ തന്നെ നല്ലതും കളയും കൂടെ ഒരുമിച്ച് വളരുന്ന വയലിനോട് ദൈവരാജ്യത്തെ ഉപമിക്കാം. ഇതിനകത്തെ കൊയ്ത്തുകാലം വരുമ്പോൾ നല്ലത് മാത്രം കൊയ്ത് വേർതിരിച്ചെടുക്കും, കള കെട്ടുകെട്ടായി കെട്ടി അങ്ങ് ചുട്ടുകളയാനായിട്ട് ഏൽപ്പിക്കപ്പെടും. ദൈവരാജ്യത്തെ രണ്ട് കാര്യങ്ങൾ ചേർന്ന മിശ്രിതത്തോട് ഉപമിച്ചുകൊണ്ട് ഒടുവിലത്തെ നാളിൽ നല്ലതിനെ അംഗീകരിക്കുകയും തീയതിനെ തള്ളുകയും ചെയ്യുന്ന ഒന്നുണ്ട് എന്നൊക്കെ പറഞ്ഞേച്ച് അവസാനത്ത് യേശു കൊണ്ട് പറയുകയാണ്, പക്ഷേ ദൈവരാജ്യത്തിന് വേണ്ടി നിയമിക്കപ്പെട്ട ശാസ്ത്രിയുണ്ടല്ലോ, ദൈവവചനം ശുശ്രൂഷിക്കുന്ന ആളിനെ, വചനം പഠിപ്പിക്കുന്ന ആളിനെ ശാസ്ത്രി എന്ന് വിളിക്കും. ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം കൂടെ ഒന്ന് പറയാൻ ഓർപ്പിക്കുന്നു. ദൈവസഭയുടെ ശുശ്രൂഷകനായി വരണമെങ്കിൽ ദൈവം അംഗീകരിക്കുന്ന ക്വാളിഫിക്കേഷൻ വചനശാസ്ത്രിയാണ് ആയിരിക്കണം. ഞാനീ പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഈ പുസ്തകവും വായിച്ചിട്ടില്ല, എനിക്കിതിനെക്കുറിച്ച് വിവരവുമില്ല, ഞാൻ ബൈബിൾ സ്കൂളിലും പോയിട്ടില്ല, എല്ലാം നല്ല കാര്യമാണ്, എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്, അത് അതിനേക്കാൾ നല്ല കാര്യം ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്ന അന്യഭാഷ പറ. സുവിശേഷ വേലയ്ക്ക് ഒരു വിളിയില്ല. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു വിളി ഉണ്ടെങ്കിൽ ദൈവവചനം അറിഞ്ഞേ തീരൂ. ദൈവത്തെ ശുശ്രൂഷിക്കുന്ന ദൈവശാസ്ത്രി ബൈബിൾ അറിഞ്ഞേ മതിയാകൂ. എത്രയും അറിയുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം, പക്ഷെ അറിഞ്ഞേ മതിയാകൂ. വേദപുസ്തക പഠനത്തിൽ നമ്മൾ മുഖ്യസ്ഥാനം കൊടുക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ് എന്ന് മറക്കരുത്. ദൈവത്തിങ്കിലേക്ക് നിയമിക്കപ്പെട്ട വേദശാസ്ത്രിയുടെ പ്രത്യേകത പഴയതും പുതിയതുമായത് അദ്ദേഹത്തിൻ്റെ നിക്ഷേപത്തിൽ ഉണ്ടായിരിക്കും, അതെടുത്തു കൊടുക്കുക. ഇന്ന് പകൽ പഴയ കുറേ ആശയങ്ങളിലൂടെ പോകുകയാണ്. അതേ പഴയ ആശയങ്ങൾക്കകത്തൊരു പുതുമയുള്ളതിനാൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്നതിൻ്റെ പുതുമയിൽ അത് നമ്മോട് ഇടപെടട്ടെ. ഇനി നമുക്ക് വായിക്കാം. തുടങ്ങാൻ വേണ്ടിയിട്ട് യെശയ്യാവിൻ്റെ പുസ്തകം 49:8 വാക്യം വായിക്കാം. 49:8 യെശയ്യാവിൽ നിന്നായിരിക്കും ഇന്ന് പോകുന്നത്. 58 അധ്യായമായിരിക്കും പ്രധാന അധ്യായം. എന്നാൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് വരാൻ വേണ്ടി യെശയ്യാവിൻ്റെ പുസ്തകം 49:8. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്കുത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവീനെന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവീനെന്ന് പറവാനും ഞാൻ നിന്നെ കാത്തു നിന്റെ ജനത്തിൻ്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു. ഇത് ആരോടോ ഒരാളിനോട്, ഇവിടെ തൽക്കാലത്തെ ആശയത്തിൽ യെശയ്യാ പ്രവാചകനോടൊന്ന് ഇരിക്കട്ടെ. പ്രവചനാത്മാവിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള മശീഹിക പ്രവചനങ്ങളിൽ ഒന്നാണ്. യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതാണ്, ക്രിസ്തു ശിഷ്യന്മാരെക്കുറിച്ച് പറയുന്നതാണ്. ഒരു പ്രവചനത്തിന് അനേക നിവർത്തീകരണങ്ങളുണ്ട്, ഒരു പ്രവചനത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഇതിനകത്ത് സത്യമായ ഏത് വ്യാഖ്യാനവും കറക്റ്റാണ്, സത്യമായ ഏത് വ്യാഖ്യാനവും ശരിയാണ്. മഹാകവി KV സൈമൺ സാർ അവர்கள் ജീവനോടിരുന്ന കാലം കേരളത്തിന് എടുത്തു പറയുവാൻ കൊള്ളാവുന്ന വേദപണ്ഡിതന്മാരിൽ ഒരുവനായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ പേരെങ്ങനെ എടുത്തു പറഞ്ഞത്. മഹാനായ KV സൈമൺ സാർ അവർ ജീവനോടിരുന്ന കാലം ആരോ ഒരു വ്യക്തി അദ്ദേഹത്തോടൊരു പൊതുസ്ഥലത്ത് വെച്ച് ഇങ്ങനെ ചോദിച്ചു, വേദപുസ്തകത്തിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ പലരും കൊടുക്കുന്നല്ലോ, ഇതിലേത് വ്യാഖ്യാനമായിരിക്കും ശരി? അങ്ങ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു വ്യാഖ്യാനമായിരുന്നു, ഇന്ന് എന്തുകൊണ്ട് വ്യാഖ്യാനം മാറി? അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു, KV സൈമൺ സാറിൻ്റെ മറുപടി ഇതായിരുന്നു, ഒരു സമുദ്രത്തിൽ നിന്ന് അടിച്ചുയരുന്ന സകല തിരമാലകളും കൂടെ നിങ്ങൾ എടുത്താൽ 2 തിരമാലകൾ ഒരുപോലല്ല, എല്ലാ തിരമാലകളും തമ്മിൽ വ്യത്യസ്തമാണ്. തിരമാലകൾ തമ്മിൽ വ്യത്യസ്തമെന്ന് പുറമേ ഉള്ള ഒരു ഒറ്റക്കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ മനസ്സിലാകത്തില്ല. പക്ഷേ ഒരു വേവ് ഫോമിനെ കുറിച്ച്, തിരമാല ഇപ്പോഴും വേവ് ഫോമിലാണ് വരുന്നത്, ഒരു വേവ് ഫോമിനെ കുറിച്ച് അറിയാവുന്ന ഒരുവൻ നോക്കിയാൽ കുറഞ്ഞപക്ഷം അതിൻ്റെ ലീഡിങ് എഡ്ജും ട്രെയിലിംഗ് എഡ്ജും വേണ്ട അതിൻ്റെ ഉയരം, അതിൻ്റെ ആഴം, ഇതൊക്കെയും വ്യത്യസ്തമായിരിക്കും. 2 തിരമാലകൾ ഒരുപോലെയല്ല. തിരമാലകൾക്ക് തമ്മിൽ വ്യത്യാസമുള്ളതുകൊണ്ട് ഇതിലേത് തിരമാലയുടെ ഷേപ്പാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ എല്ലാ തിരമാലയുടെയും ഷേപ്പ് കറക്റ്റാണ്.
ഈ മഹാസമുദ്രത്തിൽ നിന്നും കാറ്റുമുഖേന ഉളവാകുന്ന ആ ഓളമാണെങ്കിൽ എല്ലാത്തിൻ്റെയും ഷേപ്പ് കറക്റ്റാണ്. തിരുവചന ബൗണ്ടറികൾക്ക് വെളിയിൽ പോകാതെ തിരുവചനത്തെ ഖണ്ഡിക്കാത്ത ഏതു വ്യാഖ്യാനവും ദൈവത്തിങ്കിൽ നിന്നുള്ളതാകയാൽ അത് സത്യമാണ്. അതിനകത്ത് പഴയ വ്യാഖ്യാനങ്ങൾ കാണും, അതിനകത്ത് പുതിയ വ്യാഖ്യാനങ്ങൾ കാണും. പഴയതും പുതിയതുമായ തൻ്റെ സ്വത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് എടുത്ത് ജനത്തിന് കൊടുക്കുന്ന, എനിക്കൊരുപാട് തിരുവചന ഭാഗങ്ങൾ അറിയാമെന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമില്ല, വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് പറഞ്ഞതിനകത്ത് മാത്രം അർത്ഥമില്ല. അത് എടുത്ത് തൻ്റെ ജനത്തിന് കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനായ ഒരു കൂട്ടം യുവാക്കളെ എൻ്റെ ദൈവത്തിന് ബേഥേലിൽ നിന്നും ഉയർത്തേണ്ടതുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ബേഥലൈറ്റ്സിൽ നിന്നും ഉയർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്കൊന്ന് സമർപ്പിക്കാം. അങ്ങനെ ഉയർത്തിക്കൊണ്ടു വന്നാൽ അവരെ കൊണ്ട് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ ജനത്തെ ഒന്ന് മടക്കിക്കൊണ്ടുവരണം. ആ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന് ഒരു കൂട്ടം നേതൃവൃന്ദത്തെ വേണം, ഒരു കൂട്ടം നേതാക്കളെ വേണം, ഒരു കൂട്ടം ആളുകൾ മറ്റുള്ളവരെ വളർത്തേണ്ടതിനും ഉയർത്തേണ്ടതിനും വേണം. അതാണ് ദൈവത്തിൻ്റെ അതിപ്രധാനമായ ലക്ഷ്യം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. വെറും കോമണേഴ്സിൻ്റെ കൂട്ടത്തിൽ വിളിക്കപ്പെടാതെ അല്പം കൂടെ ഗൗരവമുള്ള ഒരു വിളിയിലേക്ക് ഉയരുവാൻ, ഇതിനകത്ത് വിളിക്കപ്പെട്ടവരെ കർത്താവ് വളർത്തുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. 4ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകന് ഒരു കുഞ്ഞിന് ബേസ് ഇട്ട് കൊടുക്കാൻ താല്പര്യമുണ്ട്. BScയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ അല്പം കൂടെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. PhDക്ക് ട്രൈ ചെയ്യുന്ന ഒരു കുട്ടിയെ പെർഫെക്ഷനിലേക്ക് നടത്തുവാൻ പഠിപ്പിക്കുന്നവർക്ക് താല്പര്യമുണ്ട്. ഇവർ ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് ഒരുവനെ വലുതാക്കി കൊണ്ടുവരുന്നത്. എങ്കിലും 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നഴ്സറിയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ കഴിയുകയില്ല. അടിസ്ഥാനങ്ങൾ ഇടുക മാത്രമാണ്. ഇതിനകത്തിരുന്ന മുഴുവൻ ജനവും 1ാം ക്ലാസ് പാസ്സായവരാണെന്ന് ഞാൻ കരുതുന്നു, നഴ്സറി പാസ്സായവരാണെന്ന് ഞാൻ കരുതുന്നു. നമുക്കൊരടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനത്തിന്മേൽ വരുവാൻ നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അറിഞ്ഞു, പ്രാപിച്ചു. അതൊരു അടിസ്ഥാനമാണ്. അവിടം വരെയും നമ്മൾ വന്നു. ഞാൻ എബ്രായ ലേഖനം 6ാം അധ്യായത്തിലേക്ക് വായിക്കുന്നില്ല. എബ്രായ ലേഖനം 6ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ചില അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ച് തിരുവചനം പറയുന്നത് കാണാം. അത് മാനസാന്തരം, സ്നാനം, വിവിധ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, നിത്യശിക്ഷാവിധി, മരിച്ചവരുടെ പുനരുത്ഥാനം എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ഭയങ്കര വേദജ്ഞാനി എന്നായിരിക്കും വിളിക്കുന്നത്. കാര്യം ഇത്രയും കാര്യങ്ങൾ അറിയാമല്ലോ. എനിക്ക് സ്നാനത്തെക്കുറിച്ച് ചൊവ്വേ പറയാൻ അറിയാം, പലയിനം സ്നാനങ്ങളെ താരതമ്യം ചെയ്ത് പഠിപ്പിക്കാൻ അറിയാം, പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് പറയാനറിയാം, എന്നിൽ അഭിഷേകമുണ്ട്, അപ്പം ഞാൻ ഏറെക്കുറെ തികഞ്ഞവനായി എന്നൊരു തോന്നൽ വരുമ്പോൾ ബൈബിളിന് പറവാനുള്ളത് മോനെ ഇത്രയും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനം, ഒരു കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം മണ്ണിൻ്റെ മുകളിൽ കാണാറില്ല. ഇതെല്ലാം അടിയിൽ കുഴിച്ചിട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്കാണ് ഒരു പണി നടക്കേണ്ടത്. അടിസ്ഥാനം ഉള്ളവർക്കായി സ്തോത്രം. ഇതിൻ്റെ മുകളിലേക്ക് പണിത് ഉയർത്തുവാൻ തക്കവണ്ണം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. മറ്റുള്ളവരെ കൂടെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. കർത്താവ് പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്നുകൂടെ വായിച്ചാൽ തിരുവചന ഭാഗം എന്താണ് ദൈവത്തിൻ്റെ പർപ്പസ്? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഒന്ന് നിൽക്കട്ടെ. ഇപ്രാവശ്യം വളരെ പഴയ ശൈലിയിൽ വാക്യങ്ങൾ വായിച്ച് നിർത്തി പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് അല്പം കൂടെ കൂടുതൽ ഗ്രഹിക്കുവാൻ കഴിയും. സാധാരണഗതിയിൽ ഞാൻ 1, 2, മേ ബി 5, 6 വാക്യങ്ങൾ വായിപ്പിക്കുകയും ബാക്കിയുള്ളത് മുഴുവനും കാണാപ്പാടം പറഞ്ഞു പോവുകയുമായിരുന്നു പതിവ്. ഇന്ന് അല്പ വ്യത്യാസം വരുത്തുവാൻ താല്പര്യപ്പെടുന്നുണ്ട്, ഇച്ചിരിയുടെ പഴമയിലേക്ക് പോകുവാൻ വേണ്ടി. അതിൻ്റെ അർത്ഥം എന്നും പഴമയെ തുടരുമെന്നൊന്നുമല്ല. നമുക്ക് അന്നന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ആ ആശയങ്ങളിൽ പോകുവാൻ, ആ ശൈലികളിൽ പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഇവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒന്ന് വിളിച്ചിരിക്കുക, പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരലും. ഉത്തരമരലുക എന്ന് പറഞ്ഞാൽ ചോദിച്ച ഏതോ കിടപ്പുണ്ട്, അതിന് മറുപടി പറയുക എന്നാ. ഞാൻ നിനക്ക് ഉത്തരമരലും. ഇതിനകത്തിരിക്കുന്ന ആത്മീയർ ദൈവത്തോട് പലതും ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്തവർ ഇന്ന് പകലുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ വാക്യങ്ങൾ വളരെ പഴയതാണെങ്കിലും ഇതിനകത്തൊരു പുതുമ വൽക്കാലം കർത്താവിന് തരാനുണ്ട്. നീ എന്നോട് ചോദിച്ചിരുന്നു പല കാര്യങ്ങളും, നാം ദൈവത്തോട് പല കാര്യങ്ങളും ചോദിച്ചു, ഞാൻ ഉത്തരം തന്നേയില്ല. കാരണം എനിക്കൊരു പ്രസാദകാലമുണ്ട്, അതൊന്ന് വരാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരു കുഞ്ഞ് ഒത്തിരി കളിപ്പാട്ടങ്ങൾ അതിൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചു, കൊടുക്കാൻ മാതാപിതാക്കളും തീരുമാനിച്ചു. പക്ഷേ അവർ മനസ്സിലൊരു നിർണയമെടുത്തു, ഇതിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടേ കൊടുക്കുന്നുള്ളൂ, അതിനൊരു സമയമുണ്ട്, അന്ന് കൊടുത്തേലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഈ വാങ്ങിച്ചു കൊടുക്കുന്ന ടോയ്കൾ ഗുണത്തിന് പകരം ദോഷം ചെയ്യും. ഞാൻ രോഗിയായി കിടന്ന സാഹചര്യങ്ങളിൽ എനിക്ക് ഇന്നത് തിന്നണം എന്ന് ഞാൻ പറഞ്ഞു. അന്ന് എൻ്റെ ഭാര്യയും മക്കളും എനിക്കത് തരാതിരുന്നെന്നിരിക്കട്ടെ, എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഇല്ല, മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുകയായിരുന്നു, തരാതിരുന്നെന്നിരിക്കട്ടെ,
പറയട്ടെ, സുഖമായ ശേഷം അവർ പറയും ഇനി ആവശ്യം പോലെ തരാം. കാര്യം അതിന് ഒക്കുന്ന ഒരു സമയമുണ്ട്. നീ ചോദിച്ച സമയം എൻ്റെ പ്രസാദ സമയമല്ല, അല്ലെങ്കിൽ എനിക്കറിയാം അന്നേരത്ത് അത് ഏൽപ്പിച്ചാൽ ശരിയാകത്തില്ല എന്ന പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളും. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ചിലരെ ദൈവത്തിൻ്റെ പ്രസാദകാലം അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഇത് എടുക്കാൻ ദൈവം ആവശ്യപ്പെടത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം, ഈ പഴയ ആശയങ്ങളിലൂടെ ഒന്നുകൂടെ ഇറങ്ങിപ്പോകുന്നതിൻ്റെ ആവർത്തന വിരസത എനിക്ക് തന്നെ തോന്നിയിട്ട്, വേണ്ട കർത്താവേ ഈ ഭാഗം വേണ്ട, യെശയ്യാവ് 40 മുതൽ 60 വരെ എന്ത് എടുത്തതാ, ഇനി അത് വേണ്ട എന്ന് തോന്നുമ്പോഴാണ് കർത്താവ് പറയുന്നത്, നോ, ഇത് തന്നെ ജനത്തിന് ആവശ്യമാണ്. കാരണം ഏതോ ദൈവത്തിൻ്റെ പ്രസാദകാലമാണ്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളും. മറുപടി കിട്ടാതെ കിടന്ന അനേക ചോദ്യങ്ങൾക്ക് ഇന്ന് പകൽക്കാലം മറുപടി തരേണ്ടതിന്, മറുപടി കിട്ടാതിരിക്കുന്ന 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ പ്രസാദമില്ലഞ്ഞതിനാൽ ഞാൻ മറുപടി തന്നില്ല. അവരെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ പ്രസാദകാലത്തേക്ക് നിങ്ങൾ വന്നു. രണ്ടാമത്തേത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മറുപടിയെ തടസ്സപ്പെടുത്തി കളയുന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മറുപടിയെ തടഞ്ഞു നിർത്തുന്ന ചില വ്യാപാര ശക്തികൾ. ഗബ്രിയേൽ എന്ന മാലാഖ ഒരിക്കൽ ദാനിയേൽ പ്രവാചകന്റെ അടുക്കൽ വന്നു പറഞ്ഞു, 21 ദിവസങ്ങൾക്ക് മുന്നമേ, 3 ആഴ്ചകൾക്ക് മുന്നമേ നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മറുപടി പുറപ്പെട്ടെങ്കിലും വഴികൾ തടഞ്ഞു നിർത്തിയ ഒരു പാഴ്സി ശക്തി ഉണ്ടായിരുന്നു. ആ പാഴ്സി ശക്തിയോട് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടി. എന്നാൽ ഇപ്പോഴെന്നെ സഹായിക്കേണ്ടതിന് വേണ്ടി മീഖായേലും കൂടെ ഇറങ്ങി വന്നു. തീർന്നില്ല, ഞങ്ങൾ തിരിച്ചുപോയി വീണ്ടും യുദ്ധം ചെയ്യാൻ പോകുകയാണ്. അനേക ശക്തികൾ പ്രാർത്ഥനയുടെ മറുപടി തടഞ്ഞു നിർത്തിയത്, എൻ്റെ ദൈവത്തിൻ്റെ മറുപടി തടഞ്ഞു നിർത്തിയത് ഇന്ന് പകൽ റിലീസാകേണ്ടതിന് വേണ്ടി, പ്രസാദകാലമാകയാൽ ദൈവം അയച്ച മറുപടി റിലീസ് ചെയ്യേണ്ടതിന് വേണ്ടി സഭ അതിനെ റിലീസ് ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തടയപ്പെട്ട മറുപടികൾ, തടയപ്പെട്ട ഉത്തരങ്ങൾ ഇന്ന് പകൽക്കാലം റിലീസാകുവാൻ, ആകാശമണ്ഡലങ്ങൾ തുറക്കുവാൻ, ആകാശമണ്ഡലങ്ങൾ തുറക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവസഭ ആവശ്യപ്പെടുകയാണ്. ഓപ്പൺ അപ്പ്. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പകൽ ശ്രദ്ധിക്കുന്നവരെ, ആകാശമണ്ഡലങ്ങളിൽ തടയപ്പെട്ട ശക്തികളെ ബേഥേൽ ദൈവമേൽപ്പിച്ച അധികാരത്തിൽ നിന്നുകൊണ്ട് ആ ശക്തികളോട് പറയുന്നു, മാറിനില്ല. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 45:11 വായിക്കണ്ട. യെശയ്യാവിന്റെ പുസ്തകം 45:11 എന്നെയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പീൻ എന്ന് യഹോവ അരുളിച്ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ഇന്നലെ പെട്ടെന്ന് കർത്താവിന്റെ ദാസന്മാരിൽ ഒരാളിന് ആ വാക്യം എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൃപയാൽ വഴിയിൽ ആ ഭാഗം കിട്ടി. ഞാൻ തിരിച്ചു വിളിച്ച് പറയുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഒന്നുകൂടെ തൊട്ടതാ. കർത്താവിന് പറയാനുണ്ട്, എൻ്റെ ഭൃത്യന്മാരുണ്ടല്ലോ അവരെന്നോട് കൽപ്പിക്കണം. എന്തുവായി പറയുന്നേ? അവരെന്നോട് കൽപ്പിക്കണം. ആ പദം ഞാൻ അല്പം ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോകുകയാണ്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ കൊച്ചുമക്കൾക്ക് കൊടുക്കാൻ എടുത്തു വെച്ചപ്പോൾ എനിക്ക് തോന്നി ഇപ്പം കൊടുത്താൽ ശരിയാകില്ല. ഇവർ മുമ്പേ പറഞ്ഞ പോലെ ഒന്നീ പരീക്ഷയാണ്, അല്ലെ യാത്രയ്ക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ശരിയാകില്ല. ഞാൻ അവരോട് പറയും, മോനെ ഞാനൊരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ എന്നെ ഓർപ്പിച്ചേക്ക്, ഞാൻ അങ്ങ് എടുത്തു തരാം. തരാമോ എന്ന് റിക്വസ്റ്റ് ചെയ്യാനല്ല, അത് തരേണ്ടതാണ്. എന്നോട് ആവശ്യപ്പെട്ടാൽ മതി, ഞാൻ എടുത്തു തരാം. ഇറ്റ്സ് ഇൻ റിസർവ്. ചില കാര്യങ്ങൾ എൻ്റെ കർത്താവ് റിസർവ് ചെയ്ത് വെച്ചേച്ച് പറയുകയാ, എന്നോട് കൽപ്പിച്ചു, ഞാൻ അങ്ങ് തന്നേക്കാമെന്ന്. യെശയ്യാവ് 45:11 ഞാൻ ചിലത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുക. ഇന്ന് പകൽക്കാലം ചിലർക്ക് വേണ്ടി റിസർവ് ചെയ്ത് ഒരാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽ റിസർവ് ചെയ്ത് ചിലത് ഇവിടെ വരട്ടെ എന്ന് പറയുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആ വേദഭാഗത്തേക്കൊന്ന് തിരിച്ചു വരട്ടെ. ക്ഷമിക്കണേ, ആ വേദഭാഗത്തേക്കൊന്ന് തിരിച്ചു വരട്ടെ. ആ 11-ാമത്തെ വാക്യത്തിൻ്റെ ആരംഭം മുതൽ നോക്കിയാൽ, ആകാശത്തിലെ സൈന്യമുണ്ടല്ലോ ഞാനാണ് അവയെ ആക്കിയിരിക്കുന്നത്. യഹോവയായ ദൈവത്തിന് പറവാനുള്ളത്, ആകാശത്തിലെ സൈന്യമുണ്ടല്ലോ, അദൃശ്യ ശക്തികൾ, ദൂതന്മാരുടെ സംഘം, ഞാനാണ് അവരെ നിയമിച്ചിരിക്കുന്നത്, എൻ്റെ വചനമാണ് അവരെ നിർത്തിയിരിക്കുന്നത്. നിനക്ക് വേണോ, അവർ നിനക്ക് എടുത്തു തരും. എന്നോട് ആവശ്യപ്പെട്, എന്നോട് കൽപ്പിക്ക്, ഞാൻ നിനക്ക് അവരെ തുറന്നു തരാം. ഇന്ന് പകൽ ദൂതന്മാരുടെ ശുശ്രൂഷ ദൈവസഭയ്ക്കുണ്ടാകേണ്ടതിന്, ദൂതന്മാരുടെ ശുശ്രൂഷ നഷ്ടമായ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഉണ്ടാകേണ്ടതിന്, തടയപ്പെട്ട മറുപടികളുടെ മേൽ ദൂതന്മാരുടെ ശുശ്രൂഷ ഉണ്ടാകേണ്ടതിന്, ഹെബ്രിയേലും മീഖായേലും പണ്ടൊരിക്കൽ പടവെട്ടിയെങ്കിൽ ഇത് അതിനേക്കാൾ രസമാണ്. ഹെബ്രിയേലിനെ കുറിച്ച് സാധാരണ പറയുന്നത് യുദ്ധത്തിന് പോകുന്ന യുദ്ധവീരനാ. മീഖായേലിനെ കുറിച്ച് സാധാരണ പറയുന്നത് വാർത്താവിനിമയത്തിന് ദൈവത്തിൻ്റെ വർത്തമാനവുമായി പോകുന്നവനാ. പക്ഷേ ഹെബ്രിയേൽ ഇങ്ങോട്ട് വന്നു നിന്ന് പറയുകയാണ്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തെങ്കിൽ തന്നെ മറുപടി പുറപ്പെട്ടെങ്കിലും, എന്നെ തടഞ്ഞെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തിട്ട് ശരിയായില്ല. തിപ്പത്തേണ്ട മീഖായേൽ ഇറങ്ങി വന്നു. പക്ഷെ ഞാൻ തിരിച്ചു പോകുകയാ. ഞാൻ അവിടെ തിരിച്ചു ചെന്നാൽ യവനപ്രഭുവുമായിട്ടൊരു യുദ്ധമുണ്ട്.
ഹെബ്രിയരെ അങ്ങ് യുദ്ധം ചെയ്യുമോ? മീഖായേലല്ലേ യുദ്ധം ചെയ്യുന്നത്? അതെ, ചെറിയ യുദ്ധങ്ങളൊക്കെ ഞാനും നടത്തും. ഞാനും ദൈവദൂതന്മാരുടെ കൂട്ടത്തിൽ പെട്ടതാ. ചെറിയ യുദ്ധങ്ങളൊക്കെ ഞാനും നടത്തും. അതൊക്കാതെ വരുന്ന ഇടത്ത് പുറകിൽ വൻ ശക്തിയുണ്ട്. ഹെബ്രിയേൽ മീഖായേൽ ഇറങ്ങി വരും. ഇന്ന് പകൽ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ യുദ്ധം ചെയ്യുന്ന വാർത്താവിനിമയം നടത്തുന്നവരും വലിയ യുദ്ധങ്ങൾക്ക് വേണ്ടി യുദ്ധവീരന്മാരുമായ വൻകിട ദൂതന്മാരുടെ യജമാനനാകുന്ന യേശു ഏൽപ്പിച്ച അധികാരത്തിൽ നിന്നുകൊണ്ട് ദൈവജനത്തിന് തടസ്സപ്പെട്ട മറുപടികളെ റിലീസ് ചെയ്യുവാൻ സഭയായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തടഞ്ഞു കിടക്കുന്ന മറുപടികൾ ഇറങ്ങി വരട്ടെ. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളും. എൻ്റെ സമയമാകുമ്പോൾ ഞാൻ നിനക്ക് മറുപടി തരും. എന്തിനു വേണ്ടി? വായിച്ചാട്ടെ. രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു, ദേശത്തെ ഉയർത്തുവാൻ. ഒന്ന്, ദേശത്തെ ഉയർത്തുവാൻ. വായിച്ചു. ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും. രണ്ട്, ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുക്കുവാനും. മൂന്ന്, വായിച്ചു. ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പൊയ്ക്കൊള്ളുവീൻ എന്നും. ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പൊയ്ക്കൊള്ളുവീൻ എന്ന് പറയേണ്ടതിന്. പിന്നെ അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവീൻ എന്ന് പറവാനും. അന്ധകാരത്തിലിരിക്കുന്നവർ വെളിയിൽ വരട്ടെ. 4, പിന്നെ പറവാനും ഞാൻ നിന്നെ കാത്തു. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നെ കാത്തു. നിന്നെ ജനത്തിന്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു. നിന്നെ ഞാൻ ജനത്തിന്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ കയറുന്നില്ല. ഞാൻ നിന്നെ ഒരു 4 കാര്യങ്ങൾക്ക് വേണ്ടി കാത്തു. ഓരോന്നോരോന്ന് വീണ്ടും ചിന്തിക്കാൻ പോകുകയാണ്. 4 കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നെ കാത്തു. 1, ദേശത്തെ ഉയർത്തണം. ദൈവം ഒരു ദേശത്തെ ഉയർത്തുവാൻ തീരുമാനിച്ചാൽ ഇയർമാർക്ക് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം അതിനു വേണ്ടി കാണുകയാ. ഞാൻ ഓർക്കുന്നുണ്ട്, പ്രൈവറ്റ് കമ്പനിയിൽ കുറച്ച് നാളത്തേക്ക് ജോലിക്ക് വേണ്ടി എന്നെ അപ്പോയിന്റ് ചെയ്തു. എന്നെ അപ്പോയിന്റ് ചെയ്ത കമ്പനിയുടെ ഓണർ പറഞ്ഞ കാര്യം, വർഗീസ്, ഇന്ന കാര്യങ്ങൾ എനിക്കിവിടെ ചെയ്യേണ്ടതുണ്ട്, അതിനുവേണ്ടി ഞാനൊരു മാനേജറെ നോക്കിയിരിക്കുകയായിരുന്നു. നീ ക്വാളിഫൈഡ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് നിന്റെ 1ാമത്തെ ഉത്തരവാദിത്വം ഇന്നതാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇന്ന് പകൽ ഇതിനകത്ത് നിയമിതരാകുന്ന ദൈവമക്കൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നിയമിതരാണ്. ഒരു ഉദ്ദേശമില്ലാതെ ദൈവം ആരെയും എടുക്കത്തില്ല. ഇന്നെന്നെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം ദേശത്തെ ഉയർത്തുക എന്നതാണ്. ന്യായവിധിയുടെ ദൂത് കൊടുക്കുന്നവർക്കായി സ്തോത്രം. പക്ഷേ അനുഗ്രഹത്തിന്റെ ദൂത് കൊടുക്കുവാൻ ദൈവത്തിന് ബേഥേലിനെ ആവശ്യമുണ്ട്. ദേശത്തെ താഴ്ത്തിക്കളയുന്ന ചിലതുണ്ട്, സത്യം. പക്ഷേ ദേശത്തെ ഉയർത്തേണ്ടതിന് എനിക്ക് ഒരുവനെ വേണം. ഞാൻ നോക്കി, ഞാൻ അതിന് നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ഇതുവരെ നിനക്ക് മറുപടി കിട്ടിയില്ല. നീ എന്നോട് എൻ്റെ വിളി നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷെ പ്രസാദകാലമായി ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കാൻ പോകുകയാണ്. ഞാനിത് പറയുമ്പോൾ ചില ഹൃദയങ്ങളുടെ അകത്തൊരു കിടിലമുണ്ടാകും, ചില ശരീരങ്ങളിലൊരു രോമാഞ്ചമുണ്ടാകും. എൻ്റെ മേലുള്ള വിളിയെക്കുറിച്ച് എന്നോട് ഒന്നുകൂടെ സ്ഥിരീകരിക്കുകയാണെന്ന് ചിലരുടെ ഹൃദയം ബബിൾ ചെയ്തുകൊണ്ട് പറയും. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ഏറ്റെടുത്തോണം. ഓരോ തിരുവചന ഭാഗം ഓരോരുത്തരോട് ഇടപെടും. എല്ലാവരോടും ഒരു ഭാഗം അല്ല ഇടപെടുന്നത്. വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത വ്യക്തികളോട് ഇടപെടും. ദേശത്തെ ഉയർത്തേണ്ടതിന് വിളിക്കപ്പെട്ട ദൈവപൈതലേ, പ്രസാദകാലമായി. 2, ദേശത്തെ ഉയർത്തേണ്ടതിനും. ഒന്നുകൂടെ നോക്കിയാട്ടെ. ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും. ചില അവകാശങ്ങൾ, സഭയ്ക്ക് ചില അവകാശങ്ങളുണ്ട്. MA വർഗീസിന് ചില അവകാശങ്ങളുണ്ട്. ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ചില അവകാശങ്ങളുണ്ട്. പക്ഷെ ഇന്ന് അത് ശൂന്യമായി കിടക്കയാ. എനിക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല, ആരും പ്രവചിക്കേണ്ട കാര്യമില്ല. എനിക്കറിയാം എൻ്റെ അവകാശത്തിൽ ഇന്നതും ഇന്നതും ശൂന്യമാണ്. ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങൾ ഇതിനകത്തിരിക്കുന്നവർ അറിയാമെങ്കിൽ അതിനെ ഒന്ന് തിരിച്ചു പിടിച്ചു തരേണ്ടതിന്, അതിനെ ഒന്ന് സ്വതന്ത്രമാക്കി എടുക്കേണ്ടതിന് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിയാതെ പോയെങ്കിൽ ഇന്ന് പകൽ ദൈവം ഒന്ന് എഴുന്നേൽക്കട്ടെ. ദേശത്തെ കൊണ്ട് കഴിയാതെ പോയെങ്കിൽ ആ അവകാശങ്ങളിലേക്ക് മടങ്ങി വരേണ്ടതിന് അവരെ സഹായിക്കുവാൻ, അതിനെ ഒന്ന് സ്വതന്ത്രമാക്കി എടുക്കുവാൻ, സ്വതന്ത്രമാക്കി കൊടുക്കുവാൻ. സ്വതന്ത്രമാക്കി കൊടുക്കുവാൻ, എടുക്കാനെന്നല്ല, എനിക്ക് വേണ്ടി ചെയ്തവനല്ല, വേറൊരാളിന് വേണ്ടി ചെയ്യുവാൻ, അന്യോന്യം ശുശ്രൂഷിക്കുവാൻ, അന്യോന്യം സഹായിക്കുവാൻ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം അരുളി ചെയ്യുന്നതിനാൽ വചന ശുശ്രൂഷയുടെ ഭാഗമായി എൻ്റെ കൺമുൻപിൽ ഞാൻ കാണുന്നവരും എന്നെ കാണുന്നവരുമായ, അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നവരുമായ ജനത്തിൻ്റെ മുമ്പിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന, ശൂന്യമായി കിടക്കുന്ന ചില അവകാശങ്ങൾ റിലീസ് ചെയ്തു വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ദാസനായ ഞാൻ ദൂതഗണങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഹേ സ്വർഗീയ സൈന്യമേ, ദൂതഗണങ്ങളെ, നിങ്ങളെ നിർമ്മിച്ചവനായ, നിങ്ങളെ നിയമിച്ചവനായ യഹോവയായ ദൈവമേൽപ്പിച്ച അധികാരത്തിൽ സഭയായി ശൂന്യമായ അവകാശങ്ങളെ സ്വതന്ത്രമാക്കേണ്ടതിന് ഇന്ന് മുതൽ ദൂതന്മാരുടെ കാവൽ, ദൂതന്മാരുടെ ഇടപെടൽ ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ ഉയർപ്പിന്റെ നാളിൽ
Praise the Lord. ഞാൻ ഉയർപ്പുമായി അതിനെ ഒന്ന് ബന്ധപ്പെടുത്തട്ടെ. യേശു കാൽവറിയിൽ മരിച്ചു. തൻ്റെ ശവം തൻ്റെ ക്രൂശിൽ തറച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറക്കുന്നത് ശിഷ്യന്മാർ കണ്ടു, കൊണ്ട് കല്ലറയിൽ വെക്കുന്നത് കണ്ടു, കല്ലറയുടെ വാതിൽ അടയ്ക്കുന്നത് കണ്ടു, ഗവൺമെന്റ് മുദ്രയിട്ട് സീൽ ചെയ്യുന്നത് കണ്ടു. തങ്ങളുടെ പ്രത്യാശ നഷ്ടമായി, വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന പലതും ശൂന്യമായി. മരിച്ചവനെ ഉയർപ്പിച്ചവൻ തന്റെ മരിച്ചു കിടക്കുന്നു. കാറ്റിനും കടലിനെയും അടക്കിയവൻ തന്റെ അടങ്ങിക്കിടക്കുന്നു. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി എന്ന് പറയുമ്പോൾ ഉയർപ്പിന്റെ ദിവസം രാവിലെ ഒരു സംഭവം ഉണ്ടായി. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടു. കല്ലറയുടെ കല്ല് തെറിച്ചു, ഇമ്പീരിയൽ മുദ്ര പൊട്ടി. ഹല്ലേലൂയ. ശൂന്യതയ്ക്ക് കാവൽ നിന്ന പടയാളികൾ മരിച്ചവരെ പോലെ പുറകോട്ട് മരിച്ചു. ശൂന്യമായി എന്ന് പറഞ്ഞത് ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ ദിവസമാണ് ഞായറാഴ്ച. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം ചിലത് ഉയർക്കട്ടെ. കല്ലറയ്ക്ക് മുദ്ര വച്ചല്ലേ? ഹല്ലേലൂയ. പട്ടാളൻ കാവൽ നിന്നല്ലേ? കുന്തവും മുനയുമുള്ളവർ വന്നല്ലേ? യേശുവിന്റെ നാമത്തിൽ ചിതറേണ്ടത് ചിതറട്ടെ, വീഴേണ്ടത് വീഴട്ടെ. ഹല്ലേലൂയ. ശൂന്യമായ അവകാശങ്ങളെ മടങ്ങി വരിക. ജനം സ്വതന്ത്രമായി അനുഭവിക്കുവാൻ ജനത്തിന്റെ കയ്യിലേക്ക് എത്തിച്ചേരുക. ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്ന് മാറുകയല്ല, അവിടെ നിൽക്കാൻ എനിക്ക് ഒക്കത്തില്ല. പക്ഷെ ജനത്തിന്റെ ഇന്നത്തെ കണ്ടീഷൻ എന്തോ, ദൈവത്തിന് വേണ്ടത് എന്താണ്? ദേശത്തെ ഉയർത്തുക, ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ തിരിച്ചു കൊണ്ടുവരികയാ. ബന്ധിതനോട് ഇറങ്ങിപ്പോക്കോളാൻ പറയുക, കൂരിരുട്ടിലിരിക്കുന്നവനോട് വെളിച്ചത്തിൽ വരാൻ പറയുകയാ. കാരാഗ്രഹങ്ങളെ പൂട്ടുവാനല്ല, തുറക്കേണ്ടതിനാ വന്നത്. കാരാഗ്രഹങ്ങളെ അടച്ചു പൂട്ടിയ ഒരു ശക്തി ഉണ്ടെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് യെശയ്യാ പ്രവചൻ പ്രവചിച്ചത് ബദ്ധന്മാരെ അഴിച്ചുവിടാനാണ് വന്നത്. ബദ്ധന്മാരെ അഴിച്ചുവിടാൻ, ഇന്ന് പകൽ ബദ്ധന്മാരായി കിടക്കുന്ന ചിലതിനെ അഴിച്ചുവിടേണ്ടതിന്, പിടിച്ചു കെട്ടപ്പെട്ട ചിലതിനെ സ്വതന്ത്രമാക്കി വിടേണ്ടതിന് ദൈവത്തിൻ്റെ സാന്നിധ്യം സഭായോഗത്തിൽ പരിലസിക്കുക. ഹല്ലേലൂയ. ഒരു ഞായറാഴ്ച രാവിലെ യോഹന്നാൻ അപ്പോസ്തലൻ ഒറ്റയ്ക്കാണെന്ന് കണ്ട് നിരാശയുടെ നടുവിൽ പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ തൻ്റെ പിമ്പിൽ ഒരു ശബ്ദം കേട്ടു. ഇന്ന് പകൽക്കാലം ശബ്ദം തിരിച്ചറിഞ്ഞവർ ആ ശബ്ദം എന്തെന്ന് കാണേണ്ടതിന് പുറകോട്ട് തിരിഞ്ഞു നോക്കട്ടെ. യോഹന്നാൻ ഒന്ന് തിരിഞ്ഞു നോക്കി, കാണുന്ന കാഴ്ച മാറത്ത് പൊൻകച്ച കെട്ടിയവന് ഉടുവസ്ത്രം പോലും നഷ്ടമായി, ഒരു മേലങ്കി ധരിപ്പിക്കപ്പെട്ടവനായി, സ്വന്തം വസ്ത്രം പോലും ഇല്ലാത്തവനായി, ലജ്ജയിൽ കുളിച്ചവനായി, അർത്ഥമഗ്നനായി കാൽവറിയിൽ മരിച്ചു കിടക്കുന്ന യേശുവിനെ യോഹന്നാൻ ഓർമ്മയുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ മാറത്ത് പൊൻകച്ച കെട്ടിയ രാജാക്കന്മാരുടെ രാജാവ്, ദേവന്മാരുടെ ദേവൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ മാറത്ത് പൊൻകച്ച കെട്ടിയവന് ഇതിൻ്റെ നടുവിലൂടെ ഒന്ന് നടക്കട്ടെ. അവൻ്റെ കാലുകൾ ഉണ്ടല്ലോ 7 ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോടിന് സദൃശമെന്നൊരു പാട്ടുകാരൻ എഴുതി. തിരുവചനം പറഞ്ഞു, തീയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോടിന് സദൃശമായ പാദങ്ങളുള്ളവന് ചവിട്ടേണ്ടതിനെ ചവിട്ടുവാൻ, മെതിക്കേണ്ടതിനെ മെതിക്കുവാൻ, പ്രകാശിക്കേണ്ട ഇടത്ത് പ്രകാശിക്കുവാൻ കഴിവുള്ള പാദങ്ങളുമായി ഇന്ന് പകൽ ചവിട്ടുവാൻ കഴിവുള്ളവൻ ഇതിൻ്റെ നടുവിൽ നടക്കുന്നില്ലെങ്കിൽ സഭായോഗം വ്യർത്ഥമല്ലേ? ഹല്ലേലൂയ. യെശയ്യാവ് പറഞ്ഞു, കാരാഗ്രഹങ്ങൾ തുറക്കേണ്ടതിന് താൻ അഭിഷക്തനാണ്. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആവർത്തിക്കട്ടെ, യേശുവിൽ വ്യാപരിച്ച അഭിഷേകം ദൈവസഭയിൽ നിലനിൽക്കുന്നതിനാൽ അടഞ്ഞുകിടക്കുന്ന ചില കാരാഗ്രഹങ്ങൾ, ഇരുൾ വ്യാപരിച്ച ചില മണ്ഡലങ്ങൾ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. അതിനകത്തേക്കൊരു വെളിച്ചം വ്യാപരിക്കട്ടെ, അതിനകത്തേക്കൊരു വെളിച്ചം വ്യാപരിക്കട്ടെ. പക്ഷെ ജനത്തിന്റെ സ്ഥിതി എന്ന് എന്താ യെശയ്യാവിൽ പറയുന്നത്? 42, 22, 23 വാക്യങ്ങൾ. യെശയ്യാവ് 42, 22, 23. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അതിനും വിശദീകരിച്ച ശരിയായാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകും. കർത്താവ് പറയുകയാണ്, ഇതെല്ലാം എൻ്റെ ഉദ്ദേശമാണ്, നിങ്ങളെ വിളിച്ചോണ്ട് വന്ന് ഇതൊക്കെ ചെയ്യാനാണ്. പക്ഷേ ഈ ജനത്തിൻ്റെ സ്ഥിതി എന്നാണെന്നറിയാമോ? മോഷ്ടിച്ചും കവർന്നും പോയി. ആ ഒരു 3-4 ഉദാഹരണങ്ങളുണ്ട്, അവിടെ ഞാൻ പറയാം. ഒന്ന്, ഈ ജനം മോഷ്ടിക്കപ്പെട്ടു. ഞാൻ എല്ലാ പ്രാവശ്യവും ഉപയോഗിച്ച ഒറ്റ ഉദാഹരണം വീണ്ടും ആവർത്തിക്കാം. ആരെങ്കിലും മറന്നെങ്കിൽ തിരിച്ചോർക്കാൻ, അല്ലാത്തവരെന്നോട് ക്ഷമിക്കുകയും വേണം. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 500 രൂപ, 100 രൂപയും 50 രൂപയും ഒക്കെ ആയിട്ട് ഒരു 500 രൂപ എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു.
ഞാനൊരു കടയിൽ കയറി 500 രൂപ എൻ്റെ പോക്കറ്റിൽ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനൊരു 300-350 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു. ബില്ല് കൈ കിട്ടി കൊടുക്കാൻ നോക്കിയപ്പോൾ പോക്കറ്റിൽ പൈസ ഇല്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. കടയിലോട്ട് കയറുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ഇപ്പം എൻ്റെ പോക്കറ്റിലെ പൈസ ഇല്ലെന്നും അറിയാം. എന്തോ സംഭവിച്ചത്? എൻ്റെ പോക്കറ്റ് അടിച്ചു, അതാ സംഭവിച്ചത്. ഈ ജനം മോഷ്ടിക്കപ്പെട്ടു. എൻ്റെ കയ്യിൽ ഉണ്ട്, ആ ധൈര്യത്തിൽ വന്നതാ. പക്ഷെ ഉപയോഗിക്കാൻ നേരത്താ മനസ്സിലായത് ഇല്ല. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ശിംശോൻ മിടുക്കനായി പാപം ചെയ്തു. ദലീല പല കാര്യങ്ങൾ ചോദിച്ചു. ഫോൾസ് ആൻസേഴ്സ്, ഡഫ്ജൻ ഫീഡ് ചെയ്ത് അവളെ കുറേ നാൾ നിർത്തി. ഒരു പ്രാവശ്യം അവളോട് പറഞ്ഞ് ആരെ ഒരിക്കലും ബന്ധിച്ചിട്ടില്ലാത്ത 7 പുതിയ ഞാണുകൊണ്ട് കെട്ടിയാൽ എൻ്റെ ശക്തി ഒതുങ്ങുമെന്ന്. അതൊരു കള്ളം പറഞ്ഞത്. ഇറ്റ് വാസ് എ ഡഫ്ജൻ. പക്ഷേ ഫെലിസ്ത്യർ വരുന്നു എന്ന് കേട്ടപ്പോൾ ഒന്ന് പെടഞ്ഞെഴുന്നേറ്റു, ഒന്ന് കുടഞ്ഞപ്പോൾ ഇതെല്ലാം അങ്ങ് പൊട്ടിത്തെറിച്ചു പോയി. ഒടുവിൽ അവൾ കാര്യം കണ്ടുപിടിച്ചു. 1-2 രക്ഷപ്പെട്ടതുകൊണ്ട് ആരും രക്ഷപ്പെടത്തില്ല. അവൾ ഒടുവിൽ കാര്യം കണ്ടുപിടിച്ചു. ഇവൻ്റെ ജടയിലാണ് ഇവൻ്റെ ശക്തി ഇരിക്കുന്നത്. ദൈവത്തിങ്കിലാണ് ശക്തി, പക്ഷേ അത് ശരീരത്തിൽ സൂക്ഷിക്കുന്നത് ഈ ജഡ മുഖേനയാണ്. അവൻ അവസാനം പറഞ്ഞു ഈ ജഡയാണ് കാരണം. അവൾ ഫെലിസ്ത്യരെ വിളിച്ചു പറഞ്ഞു, ഞാൻ അവനെ ഒന്ന് ഉറക്കിത്തരാം. തേണ്ടവൻ്റെ ഈ ജഡ കത്തിരിക്കുവാൻ നല്ല മൂർച്ചയുള്ള കത്രികയുമായി ആളുകളെ ഒരുക്കിക്കോളാൻ പറഞ്ഞു. ദലീല അവനെ മടിയിൽ ഉറക്കി. ബൈബിൾ ഒരു പദം കൂടെ പറയുന്നുണ്ട്, അവനെ ഒതുക്കി. അവൻ്റെ ജഡ 7 കത്തിരിച്ചു. എന്നിട്ട് പണ്ടത്തേതുപോലൊരു വിളിച്ചു, ശിംശോനെ, ഫെലിസ്ത്യർ വരുന്നു. ശിംശോൻ ഓർത്തു പഴയതുപോലെ കുടഞ്ഞ് എഴുന്നേക്കുമെന്ന്. കുടഞ്ഞെങ്കിലും എപ്പോഴാണ് മനസ്സിലായത്? ശക്തി വിട്ടുപോയി. അവനിലുണ്ടായിരുന്ന ശക്തി മോഷ്ടിക്കപ്പെട്ടു. എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന പണം മോഷ്ടിക്കപ്പെട്ടു. പണ്ട് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകട്ടെന്ന് പറയുമ്പോൾ സൗഖ്യമായിരുന്നു. ഇന്ന് ഒക്കാതെ വരുന്നു. പണ്ട് ഞാനൊരു വ്യക്തിയുടെ മേൽ കൈവച്ചാൽ ആളെന്താണെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തിയിരുന്നു. ഇന്ന് അത് വെളിപ്പെടാതെ വരുന്നു. പണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കുമായിരുന്നു. ഇന്ന് അത് സംഭവിക്കുന്നില്ല. എപ്പോൾ പോയി എന്ന് എനിക്കറിയാൻ വയ്യ, എവിടെ വെച്ച് പോയി എന്ന് എനിക്കറിയാൻ വയ്യ. എൻ്റെ പോക്കറ്റ് അടിച്ചപ്പോഴാണെന്ന് അറിയത്തില്ല. അറിയാമായിരുന്നേ പോക്കറ്റ് അടിക്കാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ. ഇതുപോലെ ഞാൻ അറിയാതെ എന്നിൽ നിന്ന് ശക്തി ചോർന്നു. ഞാൻ അറിയാതെ എന്നിൽ നിന്ന് നന്മ ചോർന്നു. ഈ ജനം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽ മോഷ്ടിക്കപ്പെട്ടവരെ ഈ ജനം നാം അക്കൂട്ടത്തിൽ പെടുമെങ്കിൽ നമ്മോട് അദൂത്. ഈ ജനം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 2 കവർച്ചയായിപ്പോയി. ഇതേ ഉദാഹരണം. ഞാനൊരു 500 രൂപയുമായി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു മരത്തണലിൽ വെച്ച് അധികം വെട്ടമില്ലാത്ത ഇടത്ത് ആ വൈകുന്ന നേരത്ത് എന്നേക്കാൾ ബലവാനായ ഒരുത്തൻ വന്ന് എൻ്റെ കൊങ്ങായിക്ക് പിടിച്ചു. വേണമെങ്കിൽ എൻ്റെ കർണക്കുറ്റിക്ക് ഒരു അടിയും അടിച്ചു. എടുക്കടാ കാശെന്ന് പറഞ്ഞു. ഞാൻ ഉള്ള കാശ് എടുത്തു കൊടുത്ത് ജീവൻ രക്ഷിച്ചു. പണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇവൻ കൊണ്ടുപോയി എന്നറിയാം, പക്ഷെ തിരിച്ചു പിടിക്കാൻ ആരോഗ്യമില്ല. ഇതിനെയാണ് പറയുന്നത് ഞാൻ കൊള്ളയായിപ്പോയി. ഈ ജനം 1 മോഷ്ടിക്കപ്പെട്ടു. 2 ഈ ജനം കൊള്ളയായിപ്പോയി. 3 അവർ കുഴികളിൽ അകപ്പെട്ടു. വാക്യം വായിച്ച് കംപ്ലീറ്റ് ചെയ്തട്ടെ. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങി. ദേ ആർ ബീൻ സ്നേർഡ്. അവർ വഞ്ചിക്കപ്പെട്ടു. ഒരു നന്മയ്ക്ക് വേണ്ടി എന്ന് കരുതി ഉണ്ടായിരുന്നതെല്ലാം കൊടുത്തു. നമ്മുടെ നാടൻ ഭാഷയിൽ എളുപ്പം മനസ്സിലാകാം. പേർഷ്യയ്ക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ കാനഡയ്ക്ക് കൊണ്ടുപോകാൻ ഉടൻ വീസ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ കിടക്കാടം വിറ്റ് ഉണ്ടായിരുന്നതെല്ലാം കൂടെ കൊടുത്തു. വീസയും അടിച്ചു തന്നു. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് റബ്ബർ സ്റ്റാമ്പ് അടിച്ചതേ ഉള്ളൂ, അതേ വീസ ഇല്ല. എന്നെ കളിപ്പിച്ചതാണ്, ഞാൻ വഞ്ചിക്കപ്പെട്ടു. ഏറ്റവും നല്ലൊരു ഭാവിയാണെന്ന് പറഞ്ഞു ഒരു വിവാഹത്തിന് ഏർപ്പെട്ടു. ഇപ്പം എനിക്ക് പിടികിട്ടി, എന്നെ വഞ്ചിച്ചു, ഞാൻ വഞ്ചിക്കപ്പെട്ടു. ഈ ജനം മോഷ്ടിക്കപ്പെട്ടു. 2 ഈ ജനം കവർച്ചയായി. 3 ഈ ജനം സ്നേഹ്, അവർ കബളിപ്പിക്കപ്പെട്ടു, പിശാചിൻ്റെ കുഴിയിലായി. ഇതിനകത്തൊന്ന് കയറാൻ എനിക്ക് മാർഗമില്ല. ഞാൻ ജീവപര്യന്തം ഇതിനകത്തായിപ്പോയി. ഞാൻ കുഴിയിൽ ആയിപ്പോയി. താവോട്ട് അവർ കവർച്ചയായിപ്പോയി, ആരും വിടുവിക്കുന്നില്ല. ക്ഷമിക്കണേ, അവർ കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടു. ശത്രു ഇതിനെ ഒരുമിച്ച് അവൻ്റെ കാരാഗ്രഹത്തിലിട്ട് പൂട്ടി. ഇനി ഇതിനെ ഇറക്കി വിടത്തില്ല. മോഷ്ടിക്കപ്പെട്ടത്, കവർച്ചയായി പോയത്, സ്നേഹ് കളിപ്പിക്കപ്പെട്ടത്, കുഴികളിലകപ്പെട്ടത്, എല്ലാത്തിനെയും കൂടെ ചേർന്ന് ഒരു കാരാഗ്രഹത്തിലോട്ടിട്ട് പൂട്ടി. ഇതിൻ്റെ വെളിയിലോട്ട് വരാൻ നിവൃത്തിയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ കാരാഗ്രഹത്തിൽ പൂട്ടപ്പെട്ടത് മോഷണം മുഖേനയാകാം, കവർച്ച മുഖേനയാകാം, കളിപ്പിക്കപ്പെട്ടത് മുഖേനയാകാം.
ഇന്ന് കാരാഗ്രഹത്തിൽ പൂട്ടപ്പെട്ടുവെങ്കിൽ അടുത്ത സ്ഥിതിയെക്കുറിച്ചൊന്ന് കേട്ടോണം. കാരാഗ്രഹത്തിൽ പൂട്ടപ്പെട്ടു. ഇനി ഇങ്ങനെ ഞാൻ കാരാഗ്രഹത്തിൽ പോയി വീണാൽ കാരാഗ്രഹവാസികളെല്ലാം കൂടെ പറയാൻ സാധ്യതയുള്ളത് എന്തുവാ? ഏതായാലും ഇവിടെ ചാകുകയുള്ളൂ, ഇവിടെ കിട്ടുന്നത് തിന്ന് സന്തോഷമായി ചിരിച്ച് കളിച്ച് പോകാമിട, ഇനി ഇവിടെ കിടന്ന് മനപ്രയാസപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഒരു ദിവസം ഞാനും സുനിലും ഞങ്ങൾ ഫാമിലിയായിട്ട് കേരളത്തിൽ നിന്ന് ഒരു കാർ ഓടിച്ചു വരുമ്പോൾ ഒരു രാത്രിയിൽ തമിഴ്നാടിൻ്റെ ഏതോ ഒരു സ്ഥലമൊക്കെ ഓർമ്മയുണ്ട്, വന്നപ്പോൾ കംപ്ലീറ്റ് 100% റോഡ് ജാമായി കിടക്കുകയാണ്. ഒരൊറ്റ വണ്ടി അനങ്ങത്തില്ല, എല്ലാം കൂടെ ജാമായി കിടക്കുക രാത്രിയിൽ. ഞങ്ങളങ്ങ് ചഞ്ചലപ്പെടുക, എങ്ങനെ വീട്ടിലെത്തും. അപ്പോഴാണ് കാണുന്നത് ഒരു 5-10 ലോറി ഡ്രൈവേഴ്സും കുറേ കാർ ഡ്രൈവേഴ്സും എല്ലാം കൂടെ കള്ളും കുടിച്ചുകൊണ്ട് സൈഡിൽ നിന്ന് ഡാൻസ് ചെയ്യും. എടാ, എന്നെപ്പോലെ അവർ മുടക്കി കിടക്കുക. എനിക്ക് വീട്ടിൽ വന്നിട്ട് ഇന്ന് അത്യാവശ്യം ആരോടും കണക്ക് പറയാനൊന്നുമില്ല, അവർക്കാണെങ്കിൽ ലോറി കൊണ്ട് കൊടുക്കേണ്ടതുണ്ട്, ഇതേ ഇരിക്കുന്ന സാധനം മോഷണം പോകാതിരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവന്മാരെല്ലാം കൂടെ നിന്ന് ഡാൻസ് ചെയ്യുകയാണ്, കള്ളും കുടിച്ച് വെച്ച് ഡാൻസ് ചെയ്യുക. സുനിൽ പറഞ്ഞുകൊണ്ട് അതിനെയാണ് നല്ല മനസ്സെന്ന് വിളിക്കുന്നത്. ഏതായാലും ഇവിടെ കിടക്കുകയുള്ളൂ. നമ്മളിപ്പം പറയും ചെയ്തിട്ടൊന്നും ഒരു അർത്ഥവും ഇല്ല, എങ്ങും പോകാനൊക്കെയല്ല. ഇവന്മാർ മാറാൻ നമുക്ക് പോകാനൊക്കെയല്ല, അവർക്ക് മാറാൻ വേറൊരുത്തം മാറണം. പിന്നെ അവിടെ സന്തോഷിക്കുന്നത് നല്ലതാണ്. കാരാഗ്രഹത്തിൻ്റെ അകത്തെ പരിസ്ഥിതി ഇതാ. ഏതായാലും പോക്കില്ലെന്നറിയാം. ഒരുപാട് പേര് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അങ്ങ് തീരുമാനിച്ചു. ഞാൻ ഈ പറയുന്ന പദങ്ങളൊക്കെ അകത്തിൻ്റെ അകത്തോട്ട് മുള്ളുപോലെ കയറട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ തീരുമാനിച്ചു, ഇതിനപ്പുറത്തോട്ട് രക്ഷപ്പെടത്തില്ലെന്നറിയാം. ഈ സഭ വളരത്തില്ല ഇതും കൊണ്ടുള്ളത് കൊണ്ട് കഴിയുക, ഈ കുടുംബം നന്നാകുകയില്ല ഉള്ളതും കൊണ്ട് കഴിയുക, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടത്തില്ല, എൻ്റെ ആയുസ് ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാരാഗ്രഹത്തിൽ കിടക്കുക. അടുത്ത കണ്ടീഷൻ കേട്ടോണം. ഒന്നുകൂടെ വായിച്ചാട്ട് ബ്രദറെ. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. അവർ കവർച്ചയായിപ്പോയി, ആരും വിടുവിക്കുന്നില്ല. വിടുവിക്കാൻ ഒരുത്തം പോലും ഇല്ല, അവർ കവർച്ചയായിപ്പോയി. പിന്നെ അവർ കൊള്ളയായിപ്പോയി, മടക്കി തരിക എന്ന് ആരും പറയുന്നതുമില്ല. തിരിച്ചു താടാന്ന് പറയുവാൻ അധികാരമുള്ളവൻ ആരും അവരുടെ ഇടയിൽ ഇല്ല, അത് പറയാനോട്ട് സാധിക്കുന്നുമില്ല. നമ്മളെല്ലാം സമസൃഷ്ടങ്ങൾ, ഒരേ ശിക്ഷയിൽ കൂടെ കടന്നു പോകുന്നവർ, ഒരേ പരിതസ്ഥിതിയിലായവർ. നമ്മളെല്ലാം ഒരുമിച്ചാണ്. എടാ, ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടന്ന് ചിരിക്കുന്ന, പിന്നെ നിനക്ക് ചിരിച്ചാലത്തെ കുഴപ്പമില്ല, ഇത് മാത്രമേ അവർക്ക് ചോദിക്കാനുള്ളൂ. താവട്ടെ, നിങ്ങൾ ആർ അതിന് ചെവി കൊടുക്കും? പക്ഷെ ഇന്നിതിനകത്തിരിക്കുന്നവരോട് ദൈവത്തിനൊരു ചോദ്യമുണ്ട്. ആരും ഇതിന് ചോദ്യം ചെയ്യാനില്ലാതിരിക്കുമ്പോൾ, കാരാഗ്രഹം വെട്ടിപ്പൊളിക്കടാന്ന് പറയാനില്ലാതിരിക്കുമ്പോൾ, ഇരുളിനകത്തൊരു വെളിച്ചം കത്തിക്കടാ എന്ന് പറയുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, അവരുടെ ഇടയിൽ നിന്ന് തിരികെ ചോദിക്കുവാൻ ഒരുവനില്ലാതിരിക്കുമ്പോൾ, ദൈവം തപ്പുന്നത് നിങ്ങളിൽ ആർ ഇതിനൊരു മറുപടി പറയാനുണ്ട്. ഇന്ന് പകൽ ദൈവത്തോട് ചോദിക്കുന്ന പലരുണ്ട്. ദേശത്തെ സ്വതന്ത്രമാക്കി എടുക്കേണ്ടതിന്, കാരാഗ്രഹത്തിൽ കിടക്കുന്നതിനെ അഴിച്ചുവിടേണ്ടതിന് എന്നെ ഒന്ന് അധികാരപ്പെടുത്തണേ ദൈവമേ. ഞാൻ മറുഭാഷ പറയുന്നുണ്ട്, സത്യം. പക്ഷേ കെട്ടപ്പെട്ട ഒന്നിനെ അഴിച്ചു വിടുവാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് ഗ്രഹിക്കുന്ന ദൈവ പൈതലേ, നിങ്ങളോടാണ് ദൈവത്തിന് പറയാനുള്ളത്. ദേശത്തെ ഉയർത്തുവാൻ ഞാൻ നിന്നെ വിളിച്ചതാ. മറുപടി ലഭിച്ചില്ല. പ്രസാദകാലത്ത് ഞാൻ മറുപടി തരികയാ. തടഞ്ഞു നിർത്തിയിരിക്കുന്ന ദുഷ്ടശക്തികളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുവാൻ, മാറുന്നില്ലെങ്കിൽ വാളുള്ള ദൂതന്മാരെ വിളിക്കുവാൻ ശക്തരായ ഒരു കൂട്ടം ദൈവമക്കൾ ഇന്ന് ഇതിനകത്തുണ്ട്. അവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവരാണത് ചെയ്യേണ്ടത്. ഈ വല്ലാത്ത പരിതസ്ഥിതിയിൽ നേതാക്കളൊന്ന് മടങ്ങി വരണം. 58-ാം അധ്യായത്തിലേക്ക് വരാം. 1-2 വാക്യങ്ങൾ. യെശയ്യാ 58:1-2. ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്ക. എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. എൻ്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്ന ഒരു ജനം. പ്രവാചക, കാഹളം പോലെ ശബ്ദം ഉയർത്തി എൻ്റെ ജനത്തിന് അവരുടെ കുറവുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ആരുടെയും കുറവ് പറയാത്ത ഒരു കൂട്ടം പ്രവാചകന്മാരുണ്ട്. ആരയച്ചതാണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. ദൈവമയച്ച പ്രവാചകനോട് ദൈവം പറഞ്ഞു, ജനത്തിൻ്റെ കുറവുള്ളത് പറഞ്ഞുകൊട്. നടന്നാലും സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും നന്മകൾ മാത്രം പറയുന്നതും കുറവ് പറയാത്തതുമായ ഒരു സംവിധാന ക്രമം ഇന്ന് ആത്മമണ്ഡലത്തിൽ കരകവിഞ്ഞൊഴുകുകയാണ്. പക്ഷെ ദൈവം യെശയ്യാവിനോട് പറഞ്ഞു, യെശയ്യാവിനെ അനുഗ്രഹത്തിൻ്റെ പ്രവാചകൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ അവിടെ ഒരു പദം പറയാം. യെശയ്യാവിനെ അനുഗ്രഹത്തിൻ്റെ പ്രവാചകൻ എന്നാണ് വിളിക്കുന്നത്. തൻ്റെ പുസ്തകത്തിൽ അധികവും അനുഗ്രഹത്തിൻ്റെ പ്രവചനങ്ങളാണ്. അതിൻ്റെ അർത്ഥം കുറവ് കാണിക്കത്തില്ലെന്നല്ല, കുറവ് കാണിച്ചു കൊടുക്കും. മറുവശമാണ് യെരമ്യാവ്. കുറവുകൾ മാത്രമേ പറയാനുള്ളൂ, ശാപവാചകങ്ങൾ മാത്രമേ ഉദ്ധരിക്കാനുള്ളൂ. ഒടുവിൽ കരയുന്ന പ്രവാചകൻ എന്ന പേരുമായി അദ്ദേഹം കരഞ്ഞു നടക്കുക. വിലപിക്കുന്ന പ്രവാചകൻ, വിലാപ പുസ്തകം എഴുതിയവനായ പ്രവാചകനായി മാറി.
ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, പലതും ദൈവത്തിനുണ്ട്, പക്ഷേ നന്മ മാത്രം പ്രവചിക്കുന്ന പ്രവാചകനെ തിരുവചനത്തിൽ കണ്ടിട്ടില്ല. നന്മ മാത്രം പ്രവചിക്കുന്ന പ്രവാചകനെ തിരുവചനത്തിൽ കണ്ടിട്ടില്ല. ഏറ്റവും കൊള്ളാവുന്ന ഒരു മോഡൽ ദൈവം ഓരോരുത്തരെ ഓരോന്ന് ഏൽപ്പിക്കുമെങ്കിലും യെശയ്യാവ് ഒരു ബെസ്റ്റ് മോഡലാണ്. യെശയ്യാവിൻ്റെ പ്രത്യേകത നന്മയാണ് പ്രസംഗിക്കാനുള്ളത്. ഇരുളിൽ നടന്ന ജനത്തിന് വെളിച്ചം പകരുവാൻ, കൂരിരുട്ടിൽ അന്ധകാരത്തിൽ വെളിച്ചം കൊടുക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അറിയിക്കുവാൻ, അതേ സമയത്ത് അതിൻ്റെ മുമ്പിൽ പ്രയോജനപ്പെടേണ്ടവർ പ്രയോജനപ്പെടാതെ ഇരിക്കുന്ന കാര്യങ്ങൾ, കുറവുകൾ ഓർമ്മപ്പെടുത്തുവാൻ. പ്രവാചക, കാഹളനാദം പോലെ നിന്റെ ശബ്ദമുയർത്തി എൻ്റെ ദിനത്തിന് അവരുടെ ബലഹീനതകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. അവർ പറയുന്നത്, ഞങ്ങൾ വളരെ ഉപവസിക്കുന്നു, ഞങ്ങൾക്ക് മറുപടിയില്ല. ബഥേലിൻ്റെ അനുഭവം അതല്ലേ? 40 21 14 എന്നും നമുക്ക് ഉപവാസമാണ്, ആഴ്ചതോറും ഉപവാസമാണ്. ഇതിനകത്തിരിക്കുന്ന പല വ്യക്തികൾക്കും ദിവസം തോറും ഉപവാസമാണ്. ഞങ്ങൾ വളരെ ഉപവസിക്കുന്നു, പക്ഷെ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തതിൻ്റെ ഒന്നാം കാരണം ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പ്രസാദകാലമായില്ല. എൻ്റെ കുഞ്ഞിന് നല്ല ടോയ് കൊടുക്കാൻ ആശയുണ്ടെങ്കിലും കൊടുക്കേണ്ട സമയം എനിക്കറിയാം, എൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ട സമയം ദൈവത്തിനറിയാം. 2, മറുപടികൾ പുറപ്പെട്ടതിനെ പിശാച് മനഃപൂർവ്വം തടഞ്ഞു നിർത്തിയത് ഇന്ന് പകൽക്കാലം ദൂതന്മാർ അതിനെ വെട്ടിമാറ്റട്ടെ. 3, ചില ബലഹീനതകൾ നിമിത്തം ദൈവത്തിന് മറുപടി അയക്കുവാൻ കഴിയാതെ പോകുന്നത്. മറുപടി തരുവാൻ ദൈവം ആഗ്രഹിച്ചു, ചില ക്രമീകരണങ്ങൾ എന്നിൽ കണ്ട ശേഷമേ ആ മറുപടി ദൈവത്തിന് അയക്കാൻ ഒക്കത്തുള്ളൂ. ഇന്ന് പകൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്ത്, എൻ്റെ ജനത്തിനവരുടെ കുറവുകളെയും ഇസ്രായേലിനവരുടെ ബലഹീന വശങ്ങളെയും ഓർമ്മിപ്പിക്ക്. ഇവരൊക്കെയും എന്നോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ബഥേലിൻ്റെ പ്രത്യേകത അതാ, എന്നോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്കത് പറഞ്ഞുകൊട്. താവോട്ട് വായിക്കാമോ? നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്തൊരു ജാതിയെപ്പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഈ ജനം എന്നോട് അടുക്കുവാൻ വാഞ്ചിക്കുന്നു. നീതിയുള്ള വെപ്പുകളോടെ, നീതിയുള്ള നിയമങ്ങളോടെ എന്നോട് അടുക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു ജനതയെ ഇവർ നീതിയുള്ള വിധികളുമായിട്ടല്ല വരുന്നത്, നീതിയുള്ള വെപ്പുകളുമായിട്ടല്ല ഇവർ വരുന്നത്. അതവരറിയുന്നില്ല. ബലഹീനതകൾ ഏതോ ചിലത് നിൽക്കുന്നു. നീതിയുള്ള വ്യക്തി, ഒരു ജാതിയെപ്പോലെ എന്നോട് അടുത്തു വരുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചക, ശബ്ദമുയർത്തി അവരുടെ ബലഹീന വശങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇനിയും വാക്യങ്ങൾ വായിച്ചുവാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടായാലും ചില ആശയങ്ങൾ മാത്രം പറയാം. നിങ്ങൾ ഇന്ന് ഉപവസിക്കുന്ന ഉപവാസം സ്വർഗത്തിൽ എത്തുമാറല്ല നിങ്ങൾ ഉപവസിക്കുന്നത്. ഞാൻ ബഥേലിൽ ഒരൊറ്റയാളിൻ്റെ കാര്യമല്ല പറയുന്നത്, ഒറ്റയാളിനെ വിട്ടേച്ചുമല്ല പറയുന്നത്. ഞാൻ മുതൽ, അല്ലെങ്കിൽ ഇതിൻ്റെ സീനിയർ പാസ്റ്റേഴ്സ് മുതൽ താഴത്തെ അറ്റത്തുള്ള വിശ്വാസികൾ വരെ, ഏജ് വയസ്സിലും നോക്ക്, ശുശ്രൂഷയുടെ വയസ്സിലും നോക്ക്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്നെ കേൾക്കുന്നവരിൽ ഈ ബലഹീനതകൾ ഉള്ളവർ സ്വയം തിരിച്ചറിയണം. നിന്റെ കാര്യം അല്ലെന്നല്ല, നമ്മുടെ കാര്യം തന്നെയാണ്. അതേസമയത്ത് ഇന്ന ആളിന് ദോഷമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളിനോട് സംസാരിക്കുകയല്ല, പൊതുവിൽ ഓർപ്പിക്കുകയാണ്, ദൈവവചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ. എന്താണ് നിങ്ങളുടെ പ്രത്യേകത? ഉപവാസം സ്വർഗത്തിൽ കേൾക്കത്തക്കവണ്ണമല്ല. സ്വർഗത്തിൽ കേൾക്കാത്തതുപോലെ ഉപവസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഉണ്ടെന്നറിയാമോ? ഏറ്റവും വേസ്റ്റ് എക്സാമ്പിൾ ഞാൻ എപ്പോഴും തൊടാറുള്ളത് ഇസബേലിൻ്റെ ഉപവാസ പ്രാർത്ഥനയാണ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ തൻ്റെ ഒരു രാജാവ്, ഇസ്രായേലിലെ ഒരു രാജാവ്, ദൈവം ഉള്ളവനാണെന്നൊക്കെ പറഞ്ഞു നടന്നെങ്കിലും ആഹാബ് പോയി ഒരു ജാതീയ സ്ത്രീയെ വിവാഹം കഴിച്ചു. വിവാഹത്തിലെ തെറ്റായ യോജിപ്പ്, ദൈവവചനം അനുസരിക്കാത്ത, ദൈവവചനം നിഷ്കർഷിക്കാത്ത, ദൈവവചനം പ്രൊമോട്ട് ചെയ്യാത്ത, ദൈവവചനം നിരോധിച്ച ഒരു റോങ് യൂണിയൻ. അരുതാത്ത ഒരിടത്ത് നിന്ന് തൽക്കാലം സൗന്ദര്യം മാത്രം കണ്ടുകൊണ്ട് വലിച്ചുകൊണ്ടുവന്ന ഒന്നാണ്, കൊണ്ടുവന്ന ഒന്നാണ് ഇസബേൽ എന്ന സ്ത്രീ. അവളുടെ സ്പിരിച്വൽ നിലവാരം അവളുടെ അപ്പനമ്മമാരോട് പറ്റിയിരിക്കുകയാണ്. അവളുടെ മാതാപിതാക്കൾ ബാൽ എന്ന ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. ബാലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഇവളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇവൾ മുഴുവനും ബാലിനോട് പറ്റിയവളും പാരമ്പര്യ ബന്ധനത്തിൽ, പൈശാചിക തന്ത്രത്തിൽ കുടുങ്ങിയവളുമാ. ഇതിനെയാണ് വിവാഹം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ആഹാബ് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവനായിരുന്നു, പക്ഷെ തകർന്നു തുടങ്ങി. ആഹാബ് നോക്കിയപ്പോൾ ഒന്നിൽ വീഴുന്നവൻ 7-ലും വീഴും, മറക്കല്ല്. ഒന്നിൽ വീണുവെന്ന് മനസ്സിലായാൽ എഴുന്നേക്കാൻ ശ്രമിക്ക്, അവിടെ കിടന്ന് ഉരുളാതെ. ഇവൻ തകർന്നു പോയി. അവൻ രണ്ടാമതൊന്നിനു വേണ്ടി ദൃഷ്ടി വെച്ചു,
അവൻ ദൈവത്തിന് വിരോധമായി ബാലിന് വേണ്ടി ആലയങ്ങൾ പണിതു. 3, ബാലിന് വേണ്ടി അവൻ ശുശ്രൂഷകന്മാരെ ഒരുക്കി. 4, അവർക്ക് വേണ്ടി അവൻ ചെലവിന് കൊടുത്തു. 5, രാജ്ഞിയെ പ്രസാദിപ്പിക്കേണ്ടതിന് ബാലിൻ്റെ പ്രവാചകന്മാരെ പ്രൊമോട്ട് ചെയ്തു. ഓരോന്നോരോന്നും ഇങ്ങോട്ട് എടുക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ അയൽവക്കത്ത് കിടന്ന, അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കിടന്ന, തിരുവചന ഭാഷയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മുന്തിരിത്തോട്ടം അവൻ്റെ കണ്ണിൽപ്പെട്ടത്. അവനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞു, ഇത് ഞാൻ ചീരത്തോട്ടമാക്കി മാറ്റും. ഇതെല്ലാം 1-ാം അധ്യായം 1 രാജാക്കന്മാർ 21 കിടപ്പുണ്ട്. ഇത് ഞാൻ ചീരത്തോട്ടമാക്കി മാറ്റും. ചീര തൽക്കാലത്തേക്ക് കണ്ടാക്കൊള്ളാം, വേഗത്തിൽ വിളയുമെങ്കിലും മൂല്യവിലയില്ലാത്ത ഒന്നാക്കി ഞാൻ ഇതിനെ മാറ്റും. ഇതിനെ മൂല്യമില്ലാത്ത ഒന്നായി. ഒരുപാട് സഭകൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ചീരത്തോട്ടത്തിലേക്ക് അധപ്പതിക്കുന്നുവെന്ന് മറക്കരുത്. കാണാനൊരു ഗ്ലാമറുണ്ട്, പെട്ടെന്നൊരു വളർച്ചയുണ്ട്, മൂല്യം നഷ്ടപ്പെട്ട സഭകൾ. എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന മുന്തിരിത്തോട്ടം ഞാൻ ചീരത്തോട്ടമാക്കി മാറ്റാൻ പോകുകയാ. പക്ഷേ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ ഞാനല്ല. ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമയിൽ നിന്ന് എനിക്ക് അതിനൊരു മറുപടി ലഭിച്ചേ പറ്റൂ. അങ്ങേരിൽ നിന്ന് എനിക്കത് വാങ്ങിച്ചേ പറ്റൂ. പക്ഷേ നാബോത്ത് എന്ന മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ അവകാശമാണ് മുന്തിരിത്തോട്ടം, അത് ഞാൻ ചീരത്തോട്ടമാക്കാൻ തരത്തില്ല. ഞാൻ ആരാധിക്കുന്നതിൽ എനിക്കറിയാം മൂല്യത. ഓ ഗോഡ്, ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം. എൻ്റെ പിതാക്കന്മാരുടെ അവകാശമാണ്, അവരെനിക്ക് തന്ന അവകാശമാണ് ഒരു മുന്തിരിത്തോട്ടം. മൂല്യമുള്ള ഒരു സഭ, മൂല്യമുള്ള ഒരു ആരാധന, വിശ്വാസത്തിന് വേണ്ടി പോർ നടത്തുന്ന ഒരു കൂട്ടം, വിശുദ്ധ ജീവിതത്തിൽ നിന്നു പോകുന്നവർ അതിനെ ചീരത്തോട്ടമാക്കുവാൻ വിട്ടുതരില്ല എന്ന് ഇവൻ തീർത്തു പറഞ്ഞതോടെ ആഹാബിന് മനപ്രയാസമായി. അയ്യോ, ഒരു മുന്തിരിത്തോട്ടം നിലനിൽക്കുന്നു, സകലതും നശിപ്പിച്ച ഞാൻ ഇതും കൂടെ നശിപ്പിക്കുവാൻ എൻ്റെ കയ്യിൽ കിട്ടാതെയായി. ഓ, അവൻ്റെ ഭാര്യ ഈസബേൽ പെട്ടെന്ന് വന്നു. പെട്ടെന്ന് വെച്ചാൽ, നീ എന്നാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഭക്ഷണം കഴിച്ചില്ലല്ലോ. പുള്ളി പറഞ്ഞൊരു മനപ്രയാസം. ആ മുന്തിരിത്തോട്ടം കണ്ടപ്പം ബഥേൽ കണ്ട എത്ര പേർക്ക് മനപ്രയാസം ഉണ്ടെന്നറിയാവോ? ഒരുപാട് പേർക്ക് മനപ്രയാസമുണ്ട്. സന്തോഷം, അവർക്ക് മനപ്രയാസമാണെങ്കിൽ നമുക്ക് സന്തോഷം. വ്യാജ പ്രസ്താവനകൾ, അസൂയയുടെ പ്രസ്താവനകൾ, പ്രവർത്തനങ്ങൾ എല്ലാം നിരക്കുമ്പോൾ ഓർത്തോണം, മുന്തിരിത്തോട്ടം ഇഷ്ടപ്പെട്ടില്ല. ഇത് ചീരത്തോട്ടമാക്കാനുള്ള പരിപാടിയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആളുകളെ വിളിച്ച് ഗുണദോഷം പറയുക, വ്യർത്ഥ സംസാരം, അയോഗ്യമായ വർത്തമാനം, തകർക്കുവാനുള്ള പദ്ധതികൾ, ഇതെല്ലാമായിട്ടാണ് ഈസബേലിൻ്റെ വരവ്. ഈസബേൽ വന്നേച്ച് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ കാര്യമേറ്റു. ഈസബേൽ പോയി ഒരു ഉഗ്രൻ ഉപവാസ പ്രാർത്ഥന അങ്ങ് പ്രഖ്യാപിച്ചു. അയ്യോ, ദൈവം ഒന്ന് ഇടപെട്ടേച്ച് ഇവൻ്റെ മനസ്സൊന്ന് മാറ്റണമെന്നൊന്നും അല്ല, എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടണമെന്നും അല്ല. അവൾ പോയി ഒരു ഉപവാസ പ്രാർത്ഥന പ്രസിദ്ധീകരിച്ചു. നാബോത്ത് താമസിച്ചു വരുന്ന ഇടത്ത് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സഭാ നേതാക്കന്മാരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഒരു ഒഫീഷ്യൽ ലെറ്റർ രാജാവിൻ്റെ അരമനയിൽ നിന്ന്. അവിടെയുള്ള നിങ്ങളെല്ലാവരും ചേർന്ന് ഒരു ഉപവാസ പ്രാർത്ഥന വെക്കണം. അയ്യോ, എന്നെ ഭക്തിയല്ലേ! ഒരു ഉപവാസ പ്രാർത്ഥന, യഹോവയ്ക്കൊരു ഉപവാസ പ്രാർത്ഥന. അതിനകത്ത് നാബോത്തിനെ നിങ്ങൾ വിളിക്കണം, അവനെ ഒരു പ്രധാന സ്ഥലത്തിരുത്തി മാനിക്കണം. കാര്യം അപ്പൻ്റെ മുന്തിരിത്തോട്ടം കളയാത്ത ഇവനെ മാനിക്കണം. അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ അവൻ ദൈവത്തിന് വിരോധമായി ഭോഷ്ക് സംസാരിച്ചു, ദൈവദൂഷണം സംസാരിച്ചു എന്ന് അവനെ കൊണ്ട് കള്ളസാക്ഷ്യം പറയുന്ന ഒരു കൂട്ടം സാക്ഷികളെ അവനെതിരെ വിളിക്കണം. രാജ്ഞി പറഞ്ഞാലാണോ ചെയ്യാൻ ആളില്ലാത്ത? അവനെക്കുറിച്ച് കള്ളസാക്ഷ്യം പറഞ്ഞു. ഒരു ഉപവാസ പ്രാർത്ഥന. ഇത് സ്വർഗത്തിലെത്തത്തില്ല, പക്ഷേ സാത്താൻ ഇത് കേട്ടു. സാത്താൻ അതിന് മറുപടി കൊടുത്തു. ഞാൻ ഒത്തിരി ആശയങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അഭിഷക്തന്മാരായ കർത്തൃദാസന്മാർ ആരെങ്കിലും ഒരു പട്ടണത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ആ പട്ടണത്തിലുള്ള അനേക കുട്ടി സഭകൾ അന്ന് സ്പെഷ്യൽ മീറ്റിംഗ് വെക്കുമെന്നും അറിയാമോ? ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് പാലസ് ഗ്രൗണ്ടിൽ വെച്ച് ശക്തിയേറിയ അഭിഷേകം വമിക്കുന്ന 2 പേർ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, 2 ശക്തന്മാർ ഒരു മീറ്റിംഗ് നടത്തുന്നു എന്നറിഞ്ഞാൽ ഞാൻ ഉടനെ ഇവിടെ വേറൊരു നോട്ടീസ് അടിക്കും, ഇവിടെ സ്പെഷ്യൽ ബൈബിൾ ക്ലാസ് വെച്ചിരിക്കുന്നു. ആരെയും ബൈബിൾ പഠിപ്പിക്കാനുള്ള താല്പര്യത്തിലല്ല, ആരും ഇവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഒരുത്തൻ അപ്പുറത്ത് പോയി കേട്ടാൽ നന്നായി പോകും, അവൻ നന്നാകാൻ പാടില്ല. പാരലൽ മീറ്റിംഗ്സ് രാവിലെ 8 മണി മുതൽ 9:30 വരെ ഹാർവസ്റ്റ് ടെലിവിഷൻ ബഥേലിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അനേക സഭകൾ, മലയാളം മനസ്സിലാകുന്ന 10,000-ങ്ങൾ, ലക്ഷങ്ങൾ, ലക്ഷോപലക്ഷങ്ങൾ ബഥേലിൻ്റെ ആരാധനയിൽ പങ്കെടുക്കാറുണ്ട്. പല സഭകളും
അവരുടെ ആരാധന സമയം 10-ന് ശേഷമാക്കണമെന്ന് പറഞ്ഞ് 10-ന് ശേഷമാക്കി മാറ്റിയിട്ടുണ്ട്. കാര്യം ഇതിൽ നിന്നൊരു മെസ്സേജ് കിട്ടും, അത് കേട്ടേച്ചു പോകാൻ. എന്നാൽ പല സഭകൾ നേരത്തെ 10-ന് നടന്നുകൊണ്ടിരുന്നത് 9 ആക്കിയവരുമുണ്ട്. പാരലൽ മീറ്റിംഗ്. എന്തിനാണെന്നറിയാമോ? ചത്താലും നീ ഉപദേശം കേൾക്കരുത്. നമ്മുടെ പാട്ടും കൊട്ടും ഈ വളിച്ചതും കൊണ്ട് ഇരുന്നാൽ മതി, അതിനപ്പുറത്തോട്ട് മാറരുത്. പാരലൽ ഉപവാസ പ്രാർത്ഥന, പാരലൽ മീറ്റിംഗ്സ്. ഇവിടെ ഒരു ഉപവാസം വെച്ചു, ഈ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചു. ആ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന് പ്രാധാന്യമുണ്ടെന്ന് തോന്നി. യഹോവയ്ക്കൊരു ഉപവാസ പ്രാർത്ഥന. തേണ്ടേ നാബോത്തിനെ കൊണ്ട് 1-ാം സ്ഥാനത്തിരുത്തി അവനെ കല്ലെറിഞ്ഞു കൊന്നു. തെറ്റായ ഉപവാസ പ്രാർത്ഥനകൾ. നിങ്ങളിന്ന് ഉപവസിക്കുന്നത് ഉയരത്തിൽ കേൾക്കത്തക്കവണ്ണമല്ല. നമ്മുടെ ഇൻറ്റീരിയർ ലക്ഷ്യമെന്ത്? നമ്മുടെ പ്രാർത്ഥനകളുടെ അകത്തെ ലക്ഷ്യമെന്ത്? ഇനി അങ്ങോട്ട് പറഞ്ഞു വരുന്നത് അങ്ങ് വായിച്ചു. 2, 3, 4 വാക്യങ്ങൾ അങ്ങ് വായിച്ചാൽ 58 യെശയ്യാ 58, 2, 3, 4 വാക്യങ്ങൾ എളുപ്പം. എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്തൊരു ജാതിയെപ്പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതെ ഇരിക്കുന്നതെന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും. നിങ്ങൾ നോമ്പ് നോക്കുന്ന എന്ന് പറഞ്ഞാൽ ഉപവസിക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും. അന്ന് കഞ്ഞി വെക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഹൃദയം ദൈവത്തോട് പറ്റിച്ചേരുമോ അതോ എൻ്റെ ശരീരം ദൈവസന്നിധിയിൽ ഇരിക്കുകയുള്ളോ എന്നാലോചിക്കാൻ. എൻ്റെ മുഴു ഹൃദയവും ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് ഞാൻ ഉപവസിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തും, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ എത്തുകയില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യാദികളെ നോക്കുന്നു, പിന്നെ നിങ്ങളുടെ വേലക്കാരെ വായിച്ചാട്ടെ. നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുന്നു. നിശ്ചയമായും നിങ്ങളുടെ ഹൃദയം അവിടെയായിരിക്കും. നിങ്ങളുടെ ഉപവാസം ദൈവം കേൾക്കത്തക്കവണ്ണമല്ല. ബഥേലിൽ ആരംഭ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന നടന്നാൽ ബിൽഡിങ്ങിന് ഒരു റിപ്പയറിങ്ങും കൂടെ അതും എല്ലാം ഉണ്ടായിരുന്നു. എത്ര പേർക്ക് എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ളവർക്കറിയാം. ബഥേലിൽ ഗംഗാനഗറിൽ വെച്ച് എന്തെങ്കിലും ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചെങ്കിൽ അന്നേരം ബിൽഡിങ്ങിന് ഒരു റിപ്പയർ വർക്ക് ആവശ്യമായിരിക്കും. 2-3 പേര് ചേർന്നപ്പോൾ പറയാം നമ്മളെല്ലാ ദിവസവും ഇവിടെ ഉണ്ടല്ലോ, അപ്പം നമുക്ക് സൂപ്പർവൈസ് ചെയ്യാൻ കൂടെ ചെയ്യാം. ഉപവാസ പ്രാർത്ഥന ഒരു വശത്ത് നടക്കട്ടെ, സൂപ്പർവൈസേഷൻ വേറൊരു വശത്ത്. പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കത്തക്കവണ്ണമല്ല. നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുക. നമ്മിൽ ചിലർക്കൊരു തീരുമാനമെടുക്കാം. 2 മണിക്കൂറായിരിക്കും, 3 മണിക്കൂറായിരിക്കും ഞാൻ ഏകാഗ്രതയോടെ ദൈവം മുമ്പിലിരിക്കും. 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ 7 ദിവസം പട്ടിണി നടക്കാൻ പറഞ്ഞ നല്ലതിൻ്റെ അർത്ഥം 7 ദിവസം ദൈവസന്നിധിയിലായിരിക്കാനാ. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കത്തക്കവണ്ണമാകേണ്ടതിന് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ മാറ്റിവെച്ച്, ഞാൻ പറഞ്ഞല്ലോ അന്ന് കഞ്ഞി വെക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ മാറ്റിവെക്കാവുന്നതെല്ലാം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ഇരുന്ന് ഉപവസിക്കുമോ ദൈവസന്നിധിയിൽ പ്രാർത്ഥന എത്തും. പ്രാർത്ഥന എത്താത്തതിനാൽ പലതിൻ്റെയും മറുപടിയും എത്താറില്ല. ഇന്ന് പകൽ പ്രാർത്ഥന എത്തേണ്ടതിന് ചില പുതിയ തീരുമാനങ്ങൾ ചില വ്യക്തികളിൽ നിന്ന് ഉയരട്ടെ. സ്വർഗത്തിൽ എത്തുന്ന ഒരു പ്രാർത്ഥന, വേറൊന്നിനെക്കുറിച്ച് മനം കലങ്ങാതെ ദൈവം മുമ്പിൽ ഇരിക്കേണ്ടതിന്. ഞാൻ അവിടെ അങ്ങോട്ട് ഒരുപാട് പറയാനുണ്ട്, പക്ഷെങ്കിൽ ശരിയാകുകയില്ല. 6-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ, 58:6. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. നുകം എന്ന ആശയം ഒരു വ്യക്തിയെ വേറൊന്നിനെ അടിമപ്പെടുത്തുക എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു വ്യക്തിയെ വേറൊന്നിനെ അടിമപ്പെടുത്തുക. സ്വാതന്ത്ര്യത്തിൽ നടന്ന ഒരു കുതിരയുടെ പെടലിക്ക് കുതിരവണ്ടിയുടെ മുഖം കൊണ്ട് വെച്ചു. സ്വാതന്ത്ര്യത്തിൽ നടന്ന ഒരു കാളയുടെ തോളിൽ തേങ്ങ ആട്ടുന്ന ചക്കിൻ്റെ നുകം കൊണ്ട് വെച്ചു. സ്വാതന്ത്ര്യത്തിൽ നടന്നിരുന്ന 2 കാളകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു കാളവണ്ടിയുടെ മുഖത്തിൻ്റെ 2 ഭാഗത്ത് അടിമകളാക്കി ഒരു വ്യക്തിയെ ഇഷ്ടമില്ലാത്ത വഴിയെ നയിക്കേണ്ടതിന് വേണ്ടി നുകം വെക്കുന്നതിനെ ഇത് ചിത്രീകരിക്കുന്നു. നുകം ഇളകിപ്പോകാതിരിക്കേണ്ടതിന് നുകത്തിനൊരു അമിക്കയറുണ്ട്. ഈ അമിക്കയറിട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നുകത്തിൽ നിന്ന് രക്ഷപ്പെടാനൊക്കത്തില്ല. നിങ്ങൾ പലരെയും നുകത്തിൻ്റെ കീഴാക്കിയെങ്കിൽ എൻ്റെ കർത്താവ് പറഞ്ഞു, അന്യായ നുകങ്ങളെ, മറ്റുള്ളവൻ്റെ മേൽ കെട്ടിവെച്ചിരിക്കുന്ന ഭാരത്തെ, അല്ലെങ്കിൽ ഞാൻ എവിടെയും അരുതാത്തതിന് കൊണ്ട് തലയിട്ടെങ്കിൽ, അരുതാത്ത കൂട്ടായ്മ, അരുതാത്ത സംസർഗം ഇവയിൽ പോയി തകർന്നെങ്കിൽ മടങ്ങി വരിക. ഇവിടുന്ന് മടങ്ങി വരാതെ എനിക്ക് ജീവിക്കാനൊക്കത്തില്ല.
കർത്താവേ, എൻ്റെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കണമെങ്കിൽ നുകങ്ങൾ ഒടിഞ്ഞേ മതിയാകൂ, എല്ലാ നുകവും തകർന്നേ മതിയാകൂ, നുകത്തിൻ്റെ അമിക്കയറുകൾ അഴിഞ്ഞേ മതിയാകൂ. ഇതൊന്ന് അഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, എൻ്റെ പ്രാർത്ഥന ഉയരത്തിൽ കയറും. 9-ാമത്തെ വാക്യം വരെ, 9-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിനാണ് പ്രസക്തി. എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നത്. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക. ഇന്ന് പറയേണ്ടതായതുകൊണ്ട് പറയുക. അപ്പം നുറുക്കി കൊടുക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ഇത് ഭൗതിക അപ്പം അല്ല, ഇത് ആത്മീക കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ രാവിലെ ഒരു ദോശ ഉണ്ടാക്കി 25 ഭിക്ഷക്കാർ വീട്ടിൽ വന്നത് 25 കഷണമായി എൻ്റെ ദോശ മുറിച്ച് എല്ലാവർക്കും കൊടുത്തേച്ച് രാവിലെ സഭായോഗത്തിന് വന്ന് ഒരു ഉഗ്രൻ സാക്ഷി 25 ഭിക്ഷക്കാർ വീട്ടിൽ വന്നവർക്ക് മൊത്തം കൊടുത്തേച്ചാൽ ഞാൻ വന്നിരിക്കുന്നത്. പറ, അതല്ല കുഞ്ഞെ പറഞ്ഞേ, അതല്ല. നുറുക്കി കൊടുക്കുക അല്ല. ഇപ്പം ആളുകൾ പറഞ്ഞേക്കാം ഞങ്ങൾ കൊടുക്കുന്ന അങ്ങനെ. എത്ര ഭിക്ഷക്കാരൊക്കെ നമ്മൾ വീട് വെച്ച് കൊടുത്തേ? ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് ഒക്കുകയുള്ളൂ, നമ്മളെ കൊണ്ട് അത്ര ഒക്കുകയുള്ളൂ. ഓക്കെ, നിന്റെ അപ്പത്തെ നുറുക്കി കൊടുക്കുക എന്ന് പറയുന്നത് ദൈവവചനത്തെ വിശദീകരിച്ചു കൊടുക്കുക. വചനം അറിഞ്ഞിട്ട് വേണമല്ലോ വിശദീകരിക്കാൻ. ദൈവവചനത്തെ നുറുക്കി കൊടുക്കുവാൻ, വിശദീകരിച്ചു കൊടുക്കുവാൻ എന്തോ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഗൗരവമായി ഇവിടെ പറയുകയാണ്. ഇന്നലെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ സുനിൽ പാസ്റ്ററിനെ വിളിച്ചു, ഡാഡി, നമ്മുടെ ഇപ്രാവശ്യത്തെ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻസ് മുതൽ അടിസ്ഥാന ഉപദേശങ്ങൾ മുതൽ ചിലത് പഠിപ്പിക്കുന്ന ആരെയും വേണം. ആരെ കിട്ടും? ഞാൻ പറഞ്ഞപ്പോൾ ആരെ കിട്ടാനാ? എന്നെ വിളിച്ചാൽ ഞാൻ വരാം. എൻ്റെ അഭിപ്രായത്തിൽ ഞാനിത് കറക്റ്റായിട്ട് ചെയ്യും. സുനിലപ്പം പറഞ്ഞ, ഡാഡി പക്ഷെ നമ്മൾ തന്നെ പറഞ്ഞ അതിനകത്ത് വെറൈറ്റി ഇല്ല. നമുക്ക് എന്നും പരിചയമുള്ള മുഖമാണ് ഇവിടെ, അവർക്കെല്ലാം നമ്മളെയും പരിചയമാണ്. അയാൾ എന്നും ഇങ്ങനെ ഉള്ളതെന്ന് പറയാൻ ഞങ്ങൾ പോകേ ഉള്ളൂ. അതിക്കവിഞ്ഞൊരു വെറൈറ്റി കിട്ടണമെങ്കിൽ വെളിയിൽ നിന്ന് ആരെങ്കിലും കിട്ടണം നമുക്ക്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. ദാറ്റ്സ് ഡിഫറെൻറ്റ്. ഇല്ലയോ? ദൈവത്തിൻ്റെ കരുണയാൽ നമുക്കത് ചെയ്യാം. പണ്ടൊരിക്കൽ വി എ തോമസ് സാർ പറഞ്ഞായിരുന്നു, പ്രസംഗിക്കുന്നവനെ ആരും കാണാതെ ഒരു കർട്ടൻ്റെ പുറകിൽ നിർത്തി വേണം പ്രസംഗിപ്പിക്കാനെന്ന്. അത് അവരുടെ ദുർനടപ്പ് കൊണ്ടും അവരുടെ സാക്ഷ്യത്തിൻ്റെ കുറവ് കൊണ്ടും ഈ അഴുക്കിനെ കണ്ട പിന്നെ ആരും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് ഇത് മുഖപരിചയമുള്ളതായതുകൊണ്ട് എന്തോ തലയിൽ തുണിയിട്ട് പ്രസംഗിക്കണം. ഐ ഡോണ്ട് നോ, വാട്ട് എവർ. ലെറ്റ് us see. നിൻ്റെ വചനത്തെ നുറുക്കിക്കൊടുക്ക്, ജനത്തിന് മനസ്സിലാകുന്നത് പോലെ. ഞാൻ വചനം നുറുക്കുക ഓരോ ഞായറാഴ്ചയും രാവിലെ ഇവിടെ. നിൻ്റെ അപ്പത്തെ നുറുക്കിക്കൊട്. പിന്നെ അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത്. അലഞ്ഞു നടക്കുന്ന സാധുക്കളെ. ഇന്നലെ ഞാൻ ഒരു വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുത്തു. വിവാഹ സന്ദേശത്തിന് വേണ്ടി എഴുന്നേറ്റ് കർത്താവിൻ്റെ ദാസൻ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞു, സമയം വളരെ കുറവായതുകൊണ്ട് നമ്മൾ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാര്യം പിള്ളേർ യാത്ര ചെയ്യാൻ സമയമെടുത്തു. വഴിയിൽ ട്രാഫിക് ജാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏറെക്കുറെ 1 മണിക്കൂർ താമസിച്ചാണ് വിവാഹ ശുശ്രൂഷ തുടങ്ങിയത്. പക്ഷേ 1 മണിക്കൂർ താമസിപ്പിച്ച് നിർത്തിയാൽ നിരപരാധികളായ ആളുകൾ നമ്മളോടെ കംപ്ലയിൻറ്റ് പറയത്തുള്ളൂ, താമസിച്ചു വന്ന് പിള്ളേരോട് പറയുകയില്ല. അതുകൊണ്ട് അവരെ നേരത്തിന് വിടണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ 2 പേരുടെയും കൂടെ ടൈം വെട്ടി കുറയ്ക്കാം. പാസ്റ്റർക്ക് എത്ര സമയം വേണമെന്ന് പറയാം, അത്ര എടുക്കുക, ബാക്കി ഞാൻ എടുത്തോളാം. ഞങ്ങൾ 2 പേരും കൂടെ ഒരു തീരുമാനത്തിലെത്തി. അദ്ദേഹം ഒരു നല്ല സന്ദേശം അത്രയും നേരം കൊണ്ട് പറയുമെന്ന് ഞാൻ കരുതി. അങ്ങേരെ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് അങ്ങേരുടെ അനുഭവസാക്ഷ്യം ആദ്യം പറഞ്ഞു. പക്ഷേ അനുഭവസാക്ഷ്യത്തിൻ്റെ പകുതി ആയപ്പോഴത്തേക്ക് പൊതുജനത്തിൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. ഇത്രയും നന്നായി വിവാഹ ശുശ്രൂഷ കൊണ്ടുപോകാൻ കഴിയുമല്ലോ എന്ന് ഞാൻ ഓർത്തു. മനസ്സിലാകുന്നുണ്ടോ? എന്നെപ്പോലെ അലഞ്ഞു നടക്കുന്ന നിങ്ങളിൽ ചിലർ കണ്ടേക്കാം. ഞാൻ എന്നെ മറയ്ക്കുന്നില്ല. ദൈവം എന്നെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് ഉയർത്തിയത്. നിങ്ങളെയും ഉയർത്തും. എൻ്റെ അപ്പം നുറുക്കി കൊടുക്കുക, എന്നെ തന്നെ മറയ്ക്കാതിരിക്കുക, മറ്റുള്ളവരുമായി ഞാൻ അടുത്തിടപെടുക. എന്തോ ഇന്നു മുതൽ ഈ ഒരാഴ്ച ഞാൻ ഇവിടോട്ട് നിർത്തുകയാണ്. ഇന്നു മുതൽ ഈ ഒരാഴ്ച ദൈവജനം തങ്ങളുടെ അടുത്തുള്ളവർക്ക് തങ്ങളെ തന്നെ ഒന്ന് തുറന്നു കൊടുക്കുവാൻ, നിങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ നല്ല ഭാഗങ്ങൾ, ദൈവസഭയുടെ സാക്ഷ്യത്തിൻ്റെ നല്ല ഭാഗങ്ങൾ ദുർവർത്തമാനം പറയുന്ന ഒരുപാട് പേരുണ്ട്. അയോഗ്യ സംസാരത്തിൽ ഇടപെടുന്നത് കൊണ്ട്, ദോഷകരമായി സംസാരിക്കുന്നത് കൊണ്ട് ആയുസ്സിൻ്റെ നന്മകൾ നഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് രാവിലെയും ദൈവാത്മാവ് ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്തു പറയുന്നത്. അയോഗ്യമായി നാവ് ഉപയോഗിക്കുന്നതിനാൽ, അരുതാത്ത രീതികളിൽ സംസാരിക്കുന്നതിനാൽ അനുഗ്രഹം നഷ്ടപ്പെടുത്തിയ പലതും ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടെന്ന്, എൻ്റെ ശബ്ദപരിധിയിൽ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെയും ഇടപെട്ടത് കൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്. അതൊന്ന് ചേഞ്ച് ചെയ്യ്. എൻ്റെ അപ്പത്തെ, എൻ്റെ വെള്ളത്തെ, എൻ്റെ സാക്ഷ്യത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഈ ആഴ്ചയിൽ, വരുന്ന ഞായറാഴ്ചക്കകം, വരുന്ന ഞായറാഴ്ച ഇവിടെ വരുന്നതിന് മുന്നമേ ചില വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, ചില വ്യക്തികൾ വിടുവിക്കപ്പെട്ടിരിക്കും. പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കത്തക്കവണ്ണം ഒരു ചേഞ്ച് വരട്ടെ, ഒരു ചേഞ്ച് വരട്ടെ. വന്നതുപോലെ പോകരുത്, ഒരു ചേഞ്ചുമായിട്ടേ പോകാവൂ. വണ്ടിക്കൂലി മുടക്കി സമയം നഷ്ടപ്പെടുത്തി ഈ ട്രാഫിക്കിന്റെ ഇടയ്ക്കൂടെ ഓടിച്ച് ഇവിടെ വന്ന് കുത്തിയിരുന്നത് വന്നതുപോലെ പോകാനല്ല. ചേഞ്ച്.
ഈ ആഴ്ചയിൽ മറുപടി ഇറങ്ങും. എല്ലാ കണ്ണുകളും ഒന്ന് അടയട്ടെ, എല്ലാ കണ്ണുകളും ഒന്ന് അടയട്ടെ. ഇവിടെ നിർത്തേണ്ടതിന് വേണ്ടി യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ. ഇന്ന് പകൽ അന്തരീക്ഷത്തിൽ തെങ്ങി നിൽക്കുന്ന അശുദ്ധ ശക്തികൾ, ദൈവജനത്തിന് വരേണ്ട നന്മകൾ തടയുന്നവരെ യേശുവിന്റെ നാമത്തിൽ സഭയായി വ്യക്തികളായി ഞങ്ങൾ ശാസിക്കുന്നതിനാൽ ആ ശക്തികൾ മാറട്ടെ. അശുദ്ധമായ നാവുകളുമായി ജനത്തെ തകർക്കുന്ന ശക്തികളെ ഹല്ലേലൂയ പൂവത്തിൻ കനലിന് വേണ്ടി മാറ്റുന്നതിന് മുന്നമേ എന്റെ ദൈവമേ ഇന്നവരെ ശുദ്ധീകരിക്കണം. ഒരു ദൈവശക്തിയും ദൈവകൃപയും ഇന്നവരുടെ മേലിരിക്കണമേ. മറുപടികൾ വൈകുന്നതിനാൽ വിഷമിക്കുന്ന ചിലതിൻ്റെ അസ്ഥികൾ ഇളമ്പുല്ല് പോലെ തഴയ്ക്കേണ്ടതിന് ചിലരെ കൂടെ ശക്തീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ചില രോഗസൗഖ്യങ്ങള്, അത് മാംസപേശികളില്, അത് അസ്ഥികളില്, അത് രക്തത്തില്, രക്തത്തിന്റെ കോമ്പസിഷനുകളില് ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ഒരു ദൈവശക്തി ഇവിടെ ഉണ്ടാകട്ടെ. ജാതികളുടെ നിയമമാക്കി ദൈവം ഞങ്ങളെ ആക്കിയെങ്കിൽ, വംശങ്ങൾക്ക് പ്രകാശമായി ഞങ്ങളെ നീക്കിയെങ്കിൽ, ഹല്ലേലൂയ, പല്ലേറിയ മെതിവണ്ടികൾ, മൂർച്ചയുള്ള പല്ലുള്ളത്, ഏറിയ പല്ലുകളുള്ള കൃപാവരങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കൂട്ടം ഇവിടുന്ന് എഴുന്നേൽക്കട്ടെ. അവരുടെ മുൻപിലുള്ള മഹാപർവ്വതങ്ങൾ സമഭൂമിയായി മാറട്ടെ. അങ്ങയുടെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ ജനം വാഴ്ത്തപ്പെട്ടത് അത് യേശുവിന്റെ നാമത്തിൽ തന്നെ.